Assalamu alaikum. Good evening to all attendees. Welcome to ICW B-Talk. ICW വൈറ്റ്ഫീൽഡ് കേന്ദ്രമായി ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മലയാളി കൂട്ടായ്മയാണ്. ICWയുടെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിലെ ഒരു പ്രധാന വിങ് ആണ് ICW B-Talk. എത്തിക്കൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക, വളർന്നു വരുന്ന സംരംഭകർക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അറിവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ICW B-Talk പ്രവർത്തിക്കുന്നത്. B-Talkന്റെ 5ാമത്തെ സെഷനാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്നത്തെ B-Talkൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മോടൊപ്പം ഉള്ളത്. മലയാളികൾക്ക് വളരെ പരിചിതനും ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്തതുമായ എക്കണോമിക് ടൈംസിന്റെ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ Entrepreneur of 2019 award winner, Exhibit Magazine the top 100 tech Indians 2 തവണ സെലക്ട് ചെയ്യപ്പെട്ട ചാമ്പ്യൻസ് ഓഫ് ചേഞ്ച് എന്ന പ്രോഗ്രാമിലൂടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധ നേടിയ മിസ്റ്റർ ഷാൻ കടവിൽ, CEO ഓഫ് ഫ്രഷ് ടു ഹോം. അദ്ദേഹം ഒരു സംരംഭകൻ എന്നതിലുപരി മികച്ച ഒരു മൾട്ടി ഫങ്ഷണൽ ലീഡർ കൂടിയാണ്. 1999 സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി കരിയർ സ്റ്റാർട്ട് ചെയ്യുകയും ഇന്ത്യയിലെയും വിദേശത്തെയും മികച്ച കമ്പനികളിൽ സീനിയർ മാനേജർ, ജനറൽ മാനേജർ, വൈസ് പ്രസിഡന്റ്, കൺട്രി മാനേജർ, CEO എന്നീ റോളുകളിൽ മികച്ച വിജയം നേടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ലോകത്തിലെ തന്നെ മികച്ച ഗെയിം പ്ലാറ്റ്ഫോം സിറ്റിവില്ല, ഫാംവിൽ തുടങ്ങിയ ഗെയിം കമ്പനിയുടെ സിങ്ക ഇന്ത്യ CEO ആയിരുന്നു അദ്ദേഹം. വിർച്വൽ ഫാം വേൾഡിൽ നിന്നും റിയൽ ഫാമിംഗ് വേൾഡിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു യാത്രയാണ് ഫ്രഷ് ടു ഹോം. ഇന്ത്യയിലെ 150ഓളം കടപ്പുറങ്ങളിൽ നിന്നും അത്യാധുനിക സംവിധാനങ്ങളുടെയും ടെക്നോളജിയുടെയും സഹായത്തോടെ പിടക്കുന്ന മീൻ ശേഖരിക്കുകയും ഇന്ത്യയിലും UAEയിലുമായ 2 മില്യണിലധികം കസ്റ്റമേഴ്സിന് ഡോർ ഡെലിവറി സംവിധാനത്തിലൂടെ പ്രിസർവേറ്റീവ് ഫ്രീ, കെമിക്കൽ ഫ്രീ ആയി ഫ്രഷ് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇ-കോം പ്ലാറ്റ്ഫോമാണ് ഫ്രഷ് ടു ഹോം. നമ്മുടെ ഈ സെഷൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് 30 മിനിറ്റ് എക്സ്പീരിയൻസ് ഷെയറിംഗ് ബൈ സ്പീക്കർ, ദെൻ ഒരു 5 മിനിറ്റ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റാപ്പിഡ് ഫയർ റൗണ്ട്, ദെൻ 40 to 45 മിനിറ്റ് Q&A സെഷൻ എന്നതാണ് നമ്മളെ ഈ സെഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിടക്കുന്ന മീനും പിഴക്കാത്ത ബിസിനസ്സും, a startup journey experience to the $1 million fundraising. On this context, I would like to invite Mr. Shan Kadavil. Before, a big congratulations to you, sir, on your latest fundraising, 900 crore Series C fundraising. Over to you, sir. Thank you, Mujib. In the name of God, may peace be upon all of you. Let me, I'll use a small presentation. ഞാൻ മലപ്പുറത്ത് നിന്ന് എടപ്പാളാണ് എൻ്റെ വീട്. പക്ഷെ 4ാം ക്ലാസ് വരെ ഞാൻ മലയാളം പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ദുബായിലായിരുന്നു. എൻ്റെ ഫാദർ ഡോക്ടർ മുഹമ്മദ് കുട്ടി ദുബായിലെ ഡോക്ടറായിരുന്നു. അപ്പൊ എൻ്റെ ഒരു മലയാളം അത്ര കൊണ്ട് ശരിയല്ല, പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനൊരു മംഗ്ലീഷിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു തരണം. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ 99 മുതൽ ഞാൻ US-ലുണ്ട്. ഐ വാസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ ആൻഡ് ന്യൂയോർക്ക്. പല കമ്പനികളിലും അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി സ്റ്റാർട്ട് ചെയ്ത് ഐ ദെൻ മൂവ്ഡ് ഓൺ ടു ബീയിങ് CEO ഓഫ് ദ കമ്പനി, ദ ഫസ്റ്റ് കമ്പനി ദാറ്റ് ഐ വർക്ക് വിത്ത്, വിച്ച് ഇസ് ദ എന്റർപ്രൈസ് CEO ഓഫ് എ കമ്പനി കോൾഡ് support.com. എന്നിട്ട് അവരെ ഞാൻ നാസ്ഡാക്കിൽ വി ലിസ്റ്റഡ് ഇൻ early 2000. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 1-2
സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്സും ചെയ്തിട്ടുണ്ട്. ഡിബോക്സ് ഒരു സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സിംഗ, I was employee number 80 there, and I was also the creator of games like Farmville and the others. Zinga ഒരു വലിയ കമ്പനി ആയിരുന്നു. എനിക്ക് നിങ്ങൾ അറിയോന്ന് അറിയില്ല, but Farmville was a big rage, at least in the early 2009 time frames. അപ്പൊ Farmville കഴിഞ്ഞ് ഞാൻ 2009 ഞാൻ പെർമനന്റ് ആയിട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അതിന് കഴിഞ്ഞ ശേഷം 2015 ഫ്രഷ് ടു ഹോം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ജേർണിയുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും റെലവെന്റ് ആയിരിക്കുക എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് വെഞ്ചർ വിച്ച് ക്യാൻ ഗ്രോ അറ്റ് എ ഹയർ സ്കെയിൽ എങ്ങനെ തുടങ്ങാം, അതിൽ നിന്നുള്ള ലേണിംഗ്സ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതായത് പിടക്കുന്ന മീനും എന്താണ് ഫുൾ പക്ഷെ അതിന്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണെന്നുള്ളത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാം. സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ഹൗ വി സ്റ്റാർട്ടഡ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഒരു റെലവെന്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഓൺടർപ്രിനർ എന്നുള്ള നിലക്ക് എപ്പോഴും നമ്മൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ടിരിക്കണം. ഏത് പ്രോബ്ലവും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ എന്റെ കഥ പറയുകയാണെങ്കിൽ 2012 ആകുമ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ചും കൂടി ഹെൽത്തും ഫുഡൊക്കെ കോൺഷ്യസ് ആയി. കാരണം അന്ന് കുട്ടികളുണ്ടായി, കുറച്ചും കൂടി കെമിക്കൽസ് ഒന്നും ഇല്ലാതെ, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അതിന് മുമ്പ് ബാച്ചിലർ ലൈഫിലായിരുന്നു. അപ്പൊ ആ സമയത്ത് കുറച്ചും കൂടി റഫ് ആൻഡ് ടഫ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരിൽ മീൻ വാങ്ങിച്ചിരുന്ന അന്ന് കഗ്ദാസ്പുരയിലും പിന്നെ HL മാർക്കറ്റിലൊക്കെയുള്ള കടകളിൽ നിന്നാണ്. അപ്പൊ ഒന്ന് അവിടെ മീൻ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തത് കിട്ടിയാൽ തന്നെ ഒരു ഭാഗ്യം, ഒരു ലോട്ടറി അടിക്കുന്ന പോലെ. ചില ദിവസം നല്ലതായിരിക്കും, ചില ദിവസം പോക്കായിരിക്കും. അപ്പൊ ആ സമയത്താണ് മാത്യു, എന്റെ ഇപ്പോഴത്തെ കോ ഫൗണ്ടർ, തുടങ്ങിയ ഒരു വെഞ്ചർ ഉണ്ടായിരുന്നു, സീ ടു ഹോം എന്ന് പറഞ്ഞു. അപ്പൊ ആ മാത്യുവിന്റെ സീ ടു ഹോം എന്ന് ഞങ്ങൾ വാങ്ങിക്കുമായിരുന്നു. ബാംഗ്ലൂർ ഒരു സെല്ലുമായിരുന്നു, ഡൽഹിയിലും വാങ്ങിക്കുമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം മാത്യുയുടെ ആ വെഞ്ചർ അങ്ങോട്ട് മുന്നോട്ട് മുഴുവനായിട്ട് പോയില്ല. കാരണം മാത്യു ഇസ് എ ട്രഡീഷണൽ ബ്രിക്ക് ആൻഡ് മോർട്ടർ സീ ഫുഡ് എക്സ്പോർട്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ നോക്കിയിരുന്നത് ഒരു ഇ-കോമേഴ്സ് ആയിരുന്നു. ഈ രണ്ടിന്റെയും തമ്മിലുള്ള ഒരു സ്കിൽ സെറ്റ് വ്യത്യാസമുള്ളതുകൊണ്ട് സ്കെയിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ സമയത്താണ് ഞാൻ മാത്യുവിനെ കാണുന്നത്. പിന്നെ ഒരു ഓൺടർപ്രണർ നിലക്ക് തുടക്കത്തിൽ ഞാനത് മാത്യുവിനെ ഏഞ്ചൽ ഫണ്ട് ചെയ്തു. എന്നിട്ട് ദാറ്റ്സ് ഹൗ വി ഗോട്ട് സ്റ്റാർട്ടഡ്. ബട്ട് ഒരു കീ ലേണിംഗ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് പ്രോബ്ലവും, അതായത് നമ്മുടെ സ്വന്തം പ്രോബ്ലം പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് കൺസ്യൂമർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അത് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ഇനി നമുക്ക് ആ ബിസിനസിന്റെ തുടങ്ങുന്ന സ്റ്റേജിലേക്ക് വരാൻ പറ്റും. അപ്പൊ നിങ്ങളിപ്പോ കഴിഞ്ഞ ബി ടോക്കിലെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2 ടൈപ്പ് ബിസിനസ്സുകളുണ്ട്. അതായത് ഒന്ന് ഒരു ഹൈ ഇനീഷ്യൽ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഹൈ ഇനീഷ്യൽ ക്യാപിറ്റൽ ബട്ട് ഹൈ ഗ്രോത്ത് ബിസിനസ്സസ്. വേറെ ഒന്ന് കുറച്ചും കൂടി ഒരു ലോവർ ക്യാപിറ്റൽ ബട്ട് റെസ്പോൺസിബിൾ ഓർ റീസണബിൾ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 ടൈപ്പ് കാറ്റഗറീസിലാണ് ജനറലി ഞാൻ ബിസിനസ്സിന് നോക്കാറ്. അപ്പോൾ നിങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ സ്ട്രോങ്ലി ഓൾവേസ് റെക്കമെൻഡ് ദാറ്റ് യു ഗോ ഫോർ ലോ ക്യാപിറ്റൽ റെസ്പോൺസിബിൾ ഗ്രോത്ത്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടി മറ്റേ സൈഡിലാണ്. അപ്പൊ ആ സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ബട്ട് ജസ്റ്റ് ബി റീസണബിൾ അബൌട്ട് യുവർ എക്സ്പെക്ടേഷൻ. അതായത് ഒരു വലിയ സ്റ്റാറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 90% ബിസിനസ്സസ് particularly in the high capital high growth typically fail. അപ്പൊ അത് മനസ്സിൽ വെച്ച് നമുക്കത് കുറച്ചും കൂടി ഇന്റേണലൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ബട്ട് ഇല്ലെങ്കിൽ യു ഷുഡ് ഓൾവേസ് ഗ്രാവിറ്റേറ്റ് ടുവേർഡ്സ് എ ലാറ്റർ വിച്ച് ഇസ് ലോ ക്യാപിറ്റൽ പ്രോഫിറ്റബിൾ ഫ്രം സ്ക്രാച്ച്. ഞങ്ങളുടെ ബിസിനസ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ അത് പ്രോഫിറ്റബിൾ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കോസ്റ്റ് ഓഫ് ഡെലിവറി, ഒരു ഫിഷിന്റെ പാക്കറ്റ് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ അറ്റ് സ്കെയിൽ നമുക്ക് അതിനൊരു 50 രൂപയുടെ താഴെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് തുടക്കത്തിൽ നമുക്ക് അതിനൊരു എന്തായാലും ഒരു 200 രൂപ ഉണ്ടാവും, ഒരു മുതൽ 300 രൂപ ഉണ്ടാവും ഒരു പാക്കറ്റ് ഡെലിവറി. കാരണം നമുക്കൊരു എത്ര ഓർഡർ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ കോസ്റ്റ് കുറയും. ബട്ട് ഇനീഷ്യൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് വിൽ ബി ഹൈ. സോ നിങ്ങൾ ആ രീതിയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ രീതിയിൽ നോക്കണം. അതായത് see if it is a high capital or low capital, gravitate towards the latter. But മറ്റത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല go in with your eyes open. മൂന്നാമത്തത് ഏറ്റവും വലിയ ഇൻഗ്രീഡിയന്റ്, ഈ എന്റെ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഞാൻ മെയിൻ ആയിട്ടുള്ള കാരണം ഞങ്ങളുടെ ടീമാണ്. അതായത് ഞാൻ എന്നെ പറ്റി മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളായിരിക്കും, പക്ഷെ ഞങ്ങൾ 7 പേരുണ്ട്. അതായത് മാത്യു ഒരു ഡൊമൈൻ എക്സ്പെർട്ട്, സീ ഫുഡ് എക്സ്പെർട്ടീസ് കൊണ്ടുവരുന്നുണ്ട്. ജയേഷ് ഒരു CTO ആണ്. സുരേഷ് ഒരു ഓപ്പറേഷൻസ് റൺ ചെയ്യുന്നുണ്ട്. തമ്പക്കാട് ഫൈനാൻസ് CFO.
പിന്നെ ഫിറോസ് ഞങ്ങൾ ഫാക്ടറീസ് റൺ ചെയ്യുന്നു, പിന്നെ ജലീൽ പ്രൊക്യൂർമെന്റ് റൺ ചെയ്യുന്നു, പിന്നെ നീൽ ഞങ്ങളുടെ ഓവറോൾ ഡേറ്റ റൺ ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ടീം വർക്ക്. ഈ ടീം എന്റെ കൂടെ 20 കൊല്ലം, ഞങ്ങളിപ്പോ 25 കൊല്ലമെങ്കിലും ഓൾമോസ്റ്റ് 23 കൊല്ലമെങ്കിലും ആയി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട്. ജയേഷ് എന്റെ കൂടെ പഠിച്ചതാണ്. സോ വൺ കീ ലേണിംഗ് ഇസ് ദാറ്റ് എസ്പെഷ്യലി വെൻ യു ആർ ട്രൈങ് ടു ഡു, നമ്മളൊരു ബിസിനസ് ലൈക്ക് ദിസ് ഇസ് എ ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ്. അത് ചെയ്യുമ്പം അത് ഒരു I don't know if I can is right to compare with family life, but നമ്മളൊരു അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെ നമുക്ക് കൂടെ വേണം. സോ ഇറ്റ്സ് എ പ്രീ റിക്വസിറ്റ് ബിഫോർ വി സ്റ്റാർട്ട്. എന്റെ കേസിൽ ഞാൻ വളരെ ലക്കി ആയിരുന്നു, കാരണം ഇങ്ങനത്തെ ഒരു ടീം എന്റെ കൂടെ പല പല കമ്പനികളിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അതിലേക്ക് പുതിയ അഡീഷണലുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്യുടെ ആ ലോക്കൽ ഡൊമൈൻ എക്സ്പെർട്ടീസും വന്നു. അങ്ങനെയാണ് നമ്മൾ ആ ടീം ഫോം ചെയ്തത്. സോ ദാറ്റ്സ് എ കീ എലമെന്റ് ഓഫ് സ്റ്റാർട്ടിംഗ് എ ബിസിനസ്. പിന്നെയുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ എനിക്ക് വരുന്നത്, എപ്പോൾ നമുക്കൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങളിപ്പം നമ്മുടെ വല്ല സക്കർബർഗിനെ പോലെ തുടക്കത്തിൽ തന്നെ സിക്സർ അടിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ചില ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യും. അത് ദാറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ. ഐ മീൻ ദർ ഈസ് പോസിബിലിറ്റി ദാറ്റ് യു മേ ബി വെരി സക്സസ്ഫുൾ ഇൻ യുവർ ഫസ്റ്റ് വെഞ്ചർ. ബട്ട് ടിപ്പിക്കലി ഞാൻ ആൾക്കാരെ അഡ്വൈസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനറലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ ടു ഗോ ഇൻ അൺലെസ് യു ഹാവ് സം ബേസിക് എക്സ്പീരിയൻസ്. അതായത് ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ഇഫ് ഇറ്റ്സ് എ കോർപ്പറേറ്റ് വെഞ്ചർ കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിടാനോ ഒരു മെച്യൂരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഇനീഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ വെഞ്ചർ എന്തായാലും, ഫോർ എക്സാമ്പിൾ എന്റെ ഒരു വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇ കോമേഴ്സ് അല്ലേ. അപ്പൊ അതിനകത്തുള്ള കുറച്ചൊരു എക്സ്പീരിയൻസ്, ഒരു റെലവെന്റ് എക്സ്പീരിയൻസ്, കൺസ്യൂമർ മാർക്കറ്റിംഗ്, അത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവണം നല്ലതാണ്. കാരണം ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഒരിക്കലും നമുക്കത് എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. സോ യു നീഡ് ദ റെലവെന്റ് സ്കിൽ സെറ്റ് ടു ഡു ഇറ്റ് ടു സം എക്സ്റ്റെന്റ്. ഇപ്പൊ ഞങ്ങളുടെ ബിസിനസ് തുടങ്ങുമ്പോൾ മീൻ കട്ട് ചെയ്തതും തുടക്കത്തിൽ മീൻ ഡെലിവറി ചെയ്തതൊക്കെ ഞങ്ങൾ തന്നെ ആയിരുന്നു. അപ്പോൾ പക്ഷെ അതിന് വലിയൊരു സ്കിൽ സെറ്റ് വേണ്ടി വന്നില്ലെങ്കിലും ഇ കോമേഴ്സ് സൈഡും ആ ഡിജിറ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഫണ്ട് റേസിങ്ങും അങ്ങനത്തെ കുറച്ച് ഏരിയകളിൽ കുറച്ച് ഒരു കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. ആ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാൻ ഇത്ര എളുപ്പമാവും. പിന്നെ ഫിനാൻഷ്യലി ഒരു റിസ്ക് ടോളറൻസിന് വേണ്ടിയിട്ട് ടിപ്പിക്കലി ഐ റെക്കമെൻഡ് ദാറ്റ് യു ഷുഡ് അലക്കേറ്റ് അറ്റ്ലീസ്റ്റ് 2 years ഓഫ് 2 കൊല്ലം പൈസയൊന്നും കിട്ടില്ല അല്ലെങ്കിൽ സാലറി എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മനസ്സിലൊരു പ്രിപ്പറേഷൻ വേണം. കാരണം പ്രത്യേകിച്ച് ഒരു ബൂട്ട് സ്ട്രാപ്പ് സ്റ്റാർട്ടപ്പ് നമ്മൾ തുടക്കത്തിൽ വരുമ്പോൾ ഒരിക്കലും അതിന്റെ ഫസ്റ്റ് 2 years നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആഫ്റ്റർ 2 years യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ആർ യു ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് ഓർ ഇസ് ഇറ്റ് എ ഡെഡ് എൻഡ് എന്താണെന്നുള്ളത് നമുക്ക് അപ്പോഴത്തേക്കും ഡിസൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഐ ടിപ്പിക്കലി റെക്കമെൻഡ് 2 year സോർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് കമ്മിറ്റ്മെന്റ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. പിന്നെ ലാസ്റ്റ്ലി യു ഷുഡ് ഹാവ് എ പ്ലാൻ ഫോർ ഫെയിലിയർ. അതായത് ഈ ബിസിനസ്സുകളിൽ റിസ്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മളൊരു എപ്പോഴും കരുതിയിരിക്കണം. നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ പ്രശ്നങ്ങളൊന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ലോട്ടറി ആയിട്ട് നമ്മൾ ബിസിനസിനെ കരുതരുത്. വളരെ 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 സൂസൈഡൽ മൂവ് ആയിരിക്കും. ജനറലി ഒരു ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഹൈ റിട്ടേൺ ബിസിനസ്സിനകത്ത് ഒരു 10% കൂടുതൽ ആ ബിസിനസ് ഐഡിയ സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തിലാണ്. സോ വി ഷുഡ് ഹാവ് ദാറ്റ് ആൻഡ് വി ഷുഡ് പ്ലാൻ ഫോർ ദാറ്റ് ഫെയിലിയർ. പിന്നെ ലാസ്റ്റ്ലി ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ ഗുഡ് മെന്റർ. എന്റെ കേസിൽ ഞങ്ങളുടെ ബിസിനസിന്റെ പ്രത്യേകിച്ച് റെലവെന്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഐ ഹാഡ് മൈ US ex-boss from the US, Alex Garden. പുള്ളി മൈക്രോസോഫ്റ്റിന്റെ CEO ആയിരുന്നു, എക്സ്ബോക്സിന്റെ CEO ആയിരുന്നു. അങ്ങനെ ഈസ് ഗോട്ട് എ വെരി വെരി വാലിഡ് എക്സ്പീരിയൻസ്. ഒരു മെന്റർ ഉണ്ടാവുന്നത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. സോ ഇത് നമ്മളൊരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ടു സ്റ്റാർട്ടിങ് സംതിങ്, റൈറ്റ്? അപ്പൊ അതിൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഒന്ന് നമ്മുടെ എക്സ്പെക്ടേഷൻ, എന്റെ എക്സ്പെക്ടേഷനും എന്റെ കോ ഫൗണ്ടേഴ്സിന്റെ എക്സ്പെക്ടേഷൻ എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു ഗിവ് ഇറ്റ് അവർ ബെസ്റ്റ് ഷോട്ട്. ബട്ട് നമ്മൾ വി ഡിഡ്ന്റ് പ്രീ സപ്പോസ് ദാറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സക്സസ്ഫുൾ ആവുന്നത്. അപ്പൊ ആ you go in with your eyes open, be very humble about it, and there has to be some expectation that there will be failure and it is part of success, right? ആ ഫെയിലിയറിന് പറയുകയാണെങ്കിൽ നമ്മളുടെ കൾച്ചറിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ കൾച്ചറിൽ ഒരു സാധനം ഫെയിൽ ചെയ്യുന്നതിനെ വളരെ ഒരു ചീത്ത കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയിൽ ഫെയിലിയർ ഇസ് നോർമൽ. ഫെയിലിയർ ഹാസ് ടു ബി സെലിബ്രേറ്റഡ്. ഇപ്പൊ നമ്മളൊരു ബേ ഏരിയ കൾച്ചർ എടുക്കുകയാണെങ്കിൽ, വാലി കൾച്ചർ എടുക്കുകയാണെങ്കിൽ, it is equally okay to speak about your failures as well as your successes. അതായത് എല്ലാ ആൾക്കാർക്കും, ഞാൻ എന്റെ തുടക്കത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ തുടക്കത്തിൽ ഫ്രഷ് ടോൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ 3, 4, 5 ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ മിക്കവാറും തുടക്കത്തിൽ ചെയ്ത സാധനമൊക്കെ ഫെയിലിയർ ആയിരുന്നു. ഞാൻ ട്രഡീഷണൽ ബിസിനസ്സുകൾ കുറെ ചെയ്തിട്ടുണ്ട്. I have started a gold factory. I started shark fin exports in my first career. Failures are very very normal. Failures are your stepping stone. പക്ഷെ ആകെ നോക്കേണ്ടത് വെച്ചാൽ പെട്ടെന്ന് ഫെയിൽ ചെയ്യണം. അതായത് ഒരു ഫെയിലിയർ വെച്ചിട്ട് 2 കൊല്ലം കൊണ്ട് ഡ്രാഗ് ചെയ്ത് പോയത്.
ഫെയിലിയർ അറിയണമെന്നുണ്ടെങ്കിൽ 6 മാസം വിത്ത് ലിമിറ്റഡ് ടൈം യു ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. പിന്നെ വേറൊരു കാര്യം, പ്രത്യേകിച്ച് ഒരു കൺസ്യൂമർ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രീംസും ആസ്പിറേഷൻസും ഉണ്ടാവും, പക്ഷെ ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ വെർണാക്കുലറിൽ പറയുകയാണെങ്കിൽ AB ടെസ്റ്റിംഗ്, അതായത് ഒരു പ്ലാൻ A ഒരു പ്ലാൻ B, അതിനാ 2 പ്ലാനും കൂടി ടെസ്റ്റ് ചെയ്യുക, 2 കൂടി പാരലായിട്ട് റൺ ചെയ്യുക, എന്നിട്ട് ഡേറ്റ നോക്കാം, ഇതാണോ വർക്ക് ചെയ്യുന്നത് അതാണോ വർക്ക് ചെയ്യുന്നത്, അതിനാ ഏത് പാത്തിൽ പോകുന്നത്. അതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ സംസാരിക്കാം. ബട്ട് generally any consumer digital business cannot be run like a regular business. നമുക്ക് ഡേറ്റ വേണം, പല പല പാത്സ് നോക്കണം, ആ പാത്ത് അനുസരിച്ചിട്ട് ഏത് പാത്തിലാണ് പോകുന്നത് നോക്കണം. പിന്നെ ലാസ്റ്റ്ലി നമുക്ക് ഈ ടീം എല്ലാം കൊണ്ടുവന്ന് നമുക്ക് ഇതിനെല്ലാം വെച്ച് നമുക്കൊരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടാവും. അതായത് 2015 ഞങ്ങൾ തുടങ്ങാൻ വെച്ച സമയത്ത് ഞങ്ങൾ കുറെ ഐഡിയകൾ നോക്കി. ഈ സീറ്റ് ഹോം ഐഡിയ അല്ലെ ഫ്രഷ് ഹോം ഐഡിയ മാത്രമല്ല നോക്കിയത്, നമ്മൾ 3 or 4 സ്റ്റാർട്ടപ്പ്, റൈറ്റ്? പക്ഷെ ഫൈനലി ഒരു സെൻസ് ഓഫ് പേർപ്പസ് വരുമ്പോഴാണ് നമുക്കത് നമ്മൾ ഇതാണ് കറക്റ്റ് ചെയ്യേണ്ട കാര്യം നോക്കിയത്. അപ്പൊ ഈ ഫ്രഷ് ഹോമിന്റെ കേസിൽ നല്ല ഭക്ഷണം ആൾക്കാർക്ക് വിഷമില്ലാതെ കൊടുക്കുക എന്നുള്ള ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടായിരുന്നു. ആ സെൻസ് ഓഫ് പേർപ്പസും പിന്നെ നമുക്ക് ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ വെഞ്ചേഴ്സിനെ ഡിഫറെന്റ് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ കുറച്ച് നോർമൽ ആൾക്കാരുടെ കൂടെയും നമുക്ക് കുറച്ച് ആവശ്യങ്ങളുള്ള ആൾക്കാരെയും കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സെൻസ് ഓഫ് പേർപ്പസ് എന്താന്നുള്ളത് നമുക്കൊന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയുള്ള ഒരു മാർഗം അല്ലാതെ യു കെൻ തിങ്ക് അബൌട്ട് ഇറ്റ് ആസ് എ വേ ഓഫ് ഗോയിങ് ഫോർവേഡ്, ആൻഡ് ദാറ്റ്സ് എ ബിഗ് തിങ്, റൈറ്റ്? പിന്നെ ഇതിനിപ്പോ മലയാളത്തിൽ ഇപ്പൊ എന്താ പറയാന്ന് എനിക്കറിയില്ല, കാർട്ട് ബിഫോർ ദ ഹോഴ്സ്. ബട്ട് ബേസിക്കലി ചില ബിസിനസ് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് even though it might be initially high in capital, they may go to that stage. And for example, ഞാനിപ്പോ ഒരു അടുത്ത കാലത്ത് ഒരു ചിക്കൻ കമ്പനിയായിട്ട് സംസാരിക്കുകയായിരുന്നു. അവരൊരു 50,000 tons കപ്പാസിറ്റി ഉള്ള ഒരു എക്സ്പോർട്ട് ഗ്രേഡ് സ്ലോട്ടറിംഗ് യൂണിറ്റ് ആണ് തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കായിരുന്നു, നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ആദ്യം സെയിൽസ് ഒന്ന് കുറച്ചൊന്ന് മെച്യൂർ ആയി കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്താൽ പോരെ? They had their own arguments, but in general I would recommend that you start with something small and then scale from there. ഞങ്ങൾക്ക് തുടക്കത്തിൽ ഞങ്ങൾ ബാംഗ്ലൂർ മാത്രം സ്റ്റാർട്ട് ചെയ്തു. അതും ബാംഗ്ലൂർ ഞങ്ങൾ ഫിഷ് വെച്ച് മാത്രം സ്റ്റാർട്ട് ചെയ്തു, ചിക്കൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനനുസരിച്ചിട്ടുള്ള ഇക്കോസിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്തു. അതൊന്ന് സക്സസ്ഫുൾ ആയതിനു ശേഷം we scale to something else. So putting a cart before the horse is probably not a good idea. പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു കൺസ്യൂമർ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഐഡിയൽ ഇന്ത്യ ഉണ്ട്, അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റലി സാവി ആയിട്ടുള്ള ഇന്ത്യ. പിന്നെ ഒരു ഭാരത് ഉണ്ട്, അതായത് സംതിങ് ദാറ്റ് ഇസ് വേർ എവറിഥിങ് ഈസ് എ ജുഗാഡ്, റൈറ്റ്? ദാറ്റ് ഇസ് വേരിയസ് തിങ്സ് ദാറ്റ് ലിവേഴ്സ് യുവർ പുൾ. ഈ രണ്ട് ലോകത്തിനെ തമ്മിൽ ബാലൻസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് ഒരു കടപ്പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കൊല്ലത്തിൽ ഇപ്പൊ 2 മാസം അവർക്ക് അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 50 ദിവസം അവർക്ക് ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാവില്ല, കാരണം ട്രോളിംഗ് ബാൻ ആയിരിക്കും. അപ്പൊ ആ ടൈപ്പിലുള്ള ഒരു 2 ലോകത്തിനെ ബാലൻസ് ചെയ്യുന്നത് വളരെയധികം എന്റെ തന്നെ ഒരു നല്ല റിയലൈസേഷൻ ആയിരുന്നു ഈ ബിസിനസ്സിൽ വന്നതിന്. കാരണം എന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ സോഫ്റ്റ്വെയർ ആയിരുന്നു. സോ എനിവേ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ 2015 ഞങ്ങൾ കിക്ക് ഓഫ് ചെയ്തു. ഇനീഷ്യലി ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഞങ്ങൾ സ്വന്തം റിലേറ്റീവ്സ് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. നല്ല സക്സസ്ഫുൾ ഫീഡ്ബാക്ക് ആയിരുന്നു. ഞങ്ങൾക്ക് കുറെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു, സോൾവ് ദോസ് തിങ്സ്. ബട്ട് നല്ല മീന് പെട്ടെന്ന് ഒരു 24 മണിക്കൂറിന്റെ ടൈമിൽ, അതായത് രാവിലെ 5 മണി 6 മണിക്ക് കൊച്ചിയിൽ ലേലത്തിൽ പിടിച്ച മീനിനെ നമുക്ക് അടുത്ത ദിവസം ഒരു ദിവസത്തിന്റെ ടൈമിൽ എത്തിക്കാൻ പറ്റുന്ന ആ USP, അതായിരുന്നു ഞങ്ങളുടെ മെയിൻ അൺഫെയർ അഡ്വാൻറ്റേജ്. ആ ഫ്രഷ്നെസ് അത് വെച്ച് വി സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ഓൺ ദാറ്റ്. അപ്പോ ഈ ബേസിക് ഇൻഗ്രീഡിയൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്കെയിലിലേക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ചൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചാറ്റില് പറ്റുന്ന എനിക്ക് തോന്നുന്നത്, ഞാൻ നോക്കട്ടെ ചാറ്റിനകത്ത്. സോ കുറെ ബ്രാൻഡ്സിന്റെ പേരുണ്ട് ഇവിടെ. ഡിസ്നി, ജനറൽ മോട്ടോഴ്സ്, ബർഗർ കിങ്, മൈക്രോസോഫ്റ്റ്. ഇവർ തമ്മിലുള്ള കോമണാലിറ്റി എന്താ? ആർക്കെങ്കിലും ഒന്ന് ചാറ്റ് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഓൺടർപ്രീനേഴ്സ് ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. ഒരു അറ്റംപ്റ്റ് ആരെങ്കിലും?
എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം. അതായത് ഈ കമ്പനികളെല്ലാം നമ്മളുടെ ഒരു വലിയ ക്രൈസിസ് നടക്കുന്നതിന് ശേഷം തുടങ്ങിയ കമ്പനികളാണ്. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ കോവിഡ് ഉള്ള സമയത്ത് ഒരു പുതിയ വെഞ്ചർ തുടങ്ങാൻ പറ്റുമോ, ഇത് നല്ല സമയമാണോ? അപ്പൊ അങ്ങനെ ഒരു സമയം എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ഒരു ഓൺടർപ്രീനർ ഇസ് ഓൾ അബൌട്ട് സീസിങ് ഓപ്പർച്യൂണിറ്റീസ്. ഡിസ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1930s വേൾഡ് വാർ 1 കഴിഞ്ഞിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അപ്പൊ അതും ഒരു എമിഗ്രന്റ് would come down to Walt Disney, would come down from Poland to US. Similarly, Burger King and GM, അത് കൊറിയൻ വാർ കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ റിസഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനികളാണ്. അപ്പൊ നിങ്ങൾ ഒരു പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ബേസിക് ഈ പ്രീ റിക്വസിറ്റ്സ് ഒക്കെ ഫിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ there is no such time as a bad time. So ആ ഒരു പോയിന്റിന് വേണ്ടിയിട്ടാണ് പറയുന്നത് every problem is an opportunity, and we'll talk about specifically in COVID times what are the opportunities. പിന്നെ ഇനി 2-3 കാര്യങ്ങൾ എനിക്ക് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ വന്നു കഴിഞ്ഞാൽ, ഒന്ന് there has to be a market opportunity fit. അതായത് ഒരു വലിയ മാർക്കറ്റിനെ പറ്റി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഫീൽഡിൽ ആൾക്കാർ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബിറ്റ് കോയിൻ അല്ലെങ്കിൽ AI, ഇതെല്ലാം നല്ല മാർക്കറ്റുകളാണെങ്കിൽ പോലും അത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാർക്കറ്റിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു വലിയ മാർക്കറ്റിൽ പോകണം. ഇപ്പൊ മീനിന്റെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു $90 billion മാർക്കറ്റാണ്. അതേ സമയത്ത് അവിടുത്തെ ഈ വലിയൊരു മാർക്കറ്റിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ആ മാർക്കറ്റിൽ ഇതേവരെ സോൾവ് ചെയ്യാത്ത വല്ല പ്രോബ്ലംസ് ഉണ്ടോ. അപ്പൊ അതിനാണ് അൺമെറ്റ് നീഡ് എന്ന് പറയുന്നത്. അപ്പൊ അൺമെറ്റ് നീഡിനകത്ത് ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം, അതായത് ഒരു വലിയ ഒരു മാർക്കറ്റ് ആണെങ്കിലും എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും കൺസ്യൂമേഴ്സിന്. കാരണം മീനിന്റെ കേസിൽ ഒരു 3 ദിവസത്തെ സപ്ലൈ ചെയിൻ ആണ്. അത് മിക്കവാറും ഒരു സീരീസ് ഓഫ് ഇന്റർമീഡിയറ്റ്സ് വഴിയാണ് വരുന്നത്. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് എടുക്കുകയാണെന്നെങ്കിൽ തന്നെ കൊച്ചി തന്നെ ഒരു 70 ഹാർബേഴ്സ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അത് രാവിലെ ഓപ്ഷൻ എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം വൈകിട്ട് ചമ്പക്കര മാർക്കറ്റിൽ, അതായത് വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റ് കൊച്ചിയിൽ എത്തിയിട്ട് അവിടുന്നാണ് എൻഡ് ഓഫ് ദി ഡേ അത് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. അത് നമ്മുടെ റസൽ മാർക്കറ്റിലേക്ക് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം റസൽ മാർക്കറ്റിലെത്തും, ശിവാജിനഗറിലുള്ള. അവിടുന്ന് ഇതേപോലെ തന്നെ മിഡിൽമെന്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ 2-3 ലെയർ ഓഫ് മിഡിൽമെനും അതിന്റെ ആ ഹാൻഡ്ലിംഗ് പ്രോസസ് എത്തുമ്പോഴത്തേക്കും വരുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വിൽ ബി സസ്പെക്ട്, റൈറ്റ്? അപ്പൊ അതായത് ഞങ്ങൾ ഫേസ് ചെയ്ത അൺമെറ്റ് നീഡ്. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഐഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു വലിയ മാർക്കറ്റാണെന്ന് ഉറപ്പുവരുത്തുക. ചെറിയ നിഷ് ഏരിയാസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഹൈ ഗ്രോത്ത് ഹൈ ഇൻവെസ്റ്റ്മെന്റ് കൈൻഡ് ഓഫ് വെഞ്ചേഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സ്കെയിൽ ദാറ്റ് ബിസിനസ്, റൈറ്റ്? ഇപ്പം ദൈവസഹായത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 15 lakh ഓർഡേഴ്സ് ഉണ്ട് ഒരു മാസം. പക്ഷെ തുടങ്ങുന്ന സമയത്ത് ആകെ 100 ഓർഡർ ഉണ്ടാകുന്നു ഒരു ദിവസം, right? So it's a process of scaling, and that scaling is because market is so big. So if you get your formula, ഒരു പ്രാവശ്യം ആ ഫോർമുല ഒന്ന് റൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ സ്കെയിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. തുടക്കത്തിലുള്ള ആ ഒരു ഇനീഷ്യൽ കേർവ് ഉണ്ടാവും, ബട്ട് ദെൻ ഇറ്റ് ബിക്കംസ് എ സ്മൂത്ത് റൈഡ് ആഫ്റ്റർ ദാറ്റ്. പിന്നെ ലാസ്റ്റ്ലി ഞങ്ങളുടെ കേസിനകത്തുള്ളത് ഒരു കെമിക്കൽസ് ഇല്ല എന്നുള്ള ഒരു, അതായത് ഞങ്ങൾ അൺഫെയർ അഡ്വാൻറ്റേജ് ഇല്ല. നമ്മൾ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റിന്റെയും നമുക്ക് സർട്ടിഫിക്കേഷൻ ഞങ്ങൾ കാണിച്ചു കൊടുക്കും, നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യുകയും ചെയ്യും, അല്ലെ? അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ അൺഫെയർ അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡ് എടുക്കുകയാണെങ്കിൽ യു ട്രൈ ടു ലുക്ക് അറ്റ് സം അൺഫെയർ അഡ്വാൻറ്റേജ്, എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു യുണീക് ഡിഫറൻഷിയേറ്റർ ഉണ്ടെങ്കിൽ ദ സെയിൽ പ്രോസസ് ആൻഡ് അഡോപ്ഷൻ പ്രോസസ് ബിക്കംസ് മച്ച് ഈസിയർ. ഇതെല്ലാം പിന്നെ വി ആഡഡ് ഓൺ ടെക് ബേസ്ഡ് സോഴ്സിങ്ങും, പിന്നെ സ്വന്തമായിട്ട് ഞങ്ങൾ ഫാമിംഗ് 2500 ടണ്ണിന്റെ ഫിഷ് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ കോളാറിനടുത്ത് നമ്മൾ സ്വന്തം പോൾട്രി ഫാമിംഗ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ആന്റിബയോട്ടിക് ഫ്രീ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ഫ്രീ ആക്കാന്നുള്ള ഒരു നോഹൗ ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഈ സെക്ഷനിൽ എനിക്കൊരു 3 കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുന്നു. ഒന്ന്, മേക്ക് ഷുവർ ദാറ്റ് ദ മാർക്കറ്റ് ഇസ് ലാർജ് എനഫ്, എസ്പെഷ്യലി വെൻ യു സ്റ്റാർട്ട് a new business and particularly when it's capital intensive. രണ്ടാമത്തത്, ഒരു കൺസ്യൂമർ പ്രോബ്ലം നമ്മൾ ശരിക്കും പഠിക്കണം. ആ കൺസ്യൂമർ പ്രോബ്ലത്തിന് നമുക്ക് ശരിക്കും സോൾവ് ചെയ്യണം. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് as product market fit or unmet need. പിന്നെ മൂന്നാമത്തത്, ഡോണ്ട് ട്രൈ ടു ബി എ മീ ടു, അതായത് മറ്റുള്ളവരെ പോലെ തന്നെ ഒരു നോൺ ഡിഫറൻഷിയേറ്റിംഗ് പ്രൊഡക്റ്റ് ആവുക, എന്തെങ്കിലും ഒരു യുണീക്ക് അഡ്വാൻറ്റേജ് വേണം, സം ആംഗിൾ ഹാസ് ടു ബി. ഈ 3 ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പിനെ സ്കെയിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പൊ ഇതെല്ലാം വെച്ച് ഞങ്ങൾ ഒരു 2016 ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇതെല്ലാം, ഇപ്പൊ ഈ തുടക്കത്തിൽ നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിന്റെ വലിയൊരു റിയലൈസേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ പഠിച്ചു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത്രയും വലിയൊരു ഡിഫറൻഷിയേറ്റർ കൊടുക്കാൻ പറ്റും എന്ന് മനസ്സിലായത്. ഇതെല്ലാം കഴിഞ്ഞ് 2016 ആകുമ്പോഴത്തേക്കും ഒരുവിധം വണ്ടി ഇങ്ങനെ മെല്ലെ പോയി തുടങ്ങി.
എന്നിട്ട് വി സ്റ്റാർട്ടഡ്. പക്ഷെ നമുക്ക് വലിയൊരു ഇഷ്യൂ അപ്പോൾ ആ സമയത്ത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു സോഴ്സിങ് അഡ്വാൻറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയധികം വോളിയം കൊടുക്കണം. കാരണം നമ്മളിപ്പോ ഒരു 150 കടപ്പുറങ്ങളിൽ 1500 ഫിഷർമാനായിട്ടും ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 2500 ടണ്ണിന്റെ ഫിഷ് ഫാമിംഗ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം തുടക്കത്തിൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനീഷ്യലി ഞങ്ങൾ കുറെ എന്ത് ചെയ്തു, ഞങ്ങൾ B2B ചെയ്തു. ഞങ്ങൾ ഹോട്ടൽസിനും താജിനും ലീലയ്ക്കും എല്ലാം സെല് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ വോളിയം വെച്ചിട്ട് ഞങ്ങൾ ബാക്ക് എൻഡിൽ പോയി സോഴ്സിങ് ഞങ്ങൾ സ്ട്രീം ലൈൻ ചെയ്തു. അപ്പൊ സോഴ്സിങ് സ്ട്രീം ലൈൻ ചെയ്ത് അത്രയും വോളിയം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള റീഫർ ട്രക്സും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും ആ എല്ലാ അസറ്റിനെയും അമോർട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്രയധികം അസറ്റ് എല്ലാം നമുക്ക് ബുക്സിൽ വെറുതെ അൺയൂസ്ഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുള്ളി കൺസ്യൂമറിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇറ്റ് ടുക്ക് സം ടൈം ആൻഡ് ഐറ്ററേഷൻ ടു ഗെറ്റ് ദെയർ. ഇതിൽ ഈ ജേർണിയിൽ പഠിച്ച 1-2 കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളുടെ ഈ എത്തിക്സ്, നമ്മളിപ്പം പറയുന്ന എത്തിക്സ്, അത് സ്കെയിലിലും നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം ഞങ്ങൾ ഇതേവരെ ബർഗേഴ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, പിന്നെ കോൾഡ് കട്ട്സും ലോഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ ഞങ്ങളെ ഫോർ എക്സാമ്പിൾ ഷീഖ് കബാബ് വാങ്ങിക്കുകയാണ് ഫ്രഷ് സ്റ്റോവ് എന്ന് വെച്ചാൽ, അത് ഇറ്റ് വിൽ ടേസ്റ്റ് അമേസിംഗ്ലി വെൽ, ബട്ട് അത് ഇറ്റ് ഡസന്റ് ലുക്ക് ആസ് സക്യുലന്റ് ആസ് ആ കോമ്പറ്റീറ്റേഴ്സ്. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കീ വാല്യൂ പ്രൊപ്പോസിഷൻ ഇസ് 100% ഫ്രഷ്, 0% കെമിക്കൽസ്. പക്ഷെ നമുക്കൊരു നല്ല ഷീഖ് കബാബിനെ അതേ ജ്യൂസി ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ it has to have some sort of phosphate has to be added for water retention. These are all ഇതെല്ലാം approved chemicals ആണ്. There is no harm in doing that. പക്ഷെ ഞങ്ങളുടെ വാല്യൂ പ്രൊപ്പോസിഷൻ doesn't allow us to do that. The same thing with a salami or a burger. നമുക്കിപ്പോൾ UAE ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കാരണം നമ്മളൊരു പുതിയ ടെക്നോളജി വെച്ചിട്ട് we have figured that out with a short shelf life, but we are not able to do that yet in Bangalore. So that's why അപ്പൊ നമ്മുടെ ഇന്റേണൽ ഡിസിഷൻ എന്ന് വെച്ചാൽ നമുക്ക് പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നമ്മൾ അതിൽ സ്റ്റേ അവേ ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ we are trying to do an R&D and hopefully in the next 6 months we should be able to launch that. Similarly, ഞങ്ങൾ ഡൽഹിയിൽ തുടക്കത്തിൽ ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് ചിക്കൻ ആന്റിബയോട്ടിക് റെസിഡ്യൂ ഫ്രീ ആയിട്ടുള്ള ചിക്കൻ അവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു ഇന്റൻഷണൽ ഡിസിഷൻ എടുത്തു. അതായത് ഡൽഹിയിൽ ഞങ്ങൾ തുടക്കത്തിൽ ചിക്കൻ കൊടുക്കില്ല. Then it took some time and iteration and volume before we were able to do it. So there is always a value execution curve. അതായത് നമ്മൾ ഇത്രയും നമ്മുടെ എത്തിക്സോ നമ്മളെ ലോജിക്കൽ ചെയ്യേണ്ടതിന് എന്തായാലും ഒരു എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടാവും. That cost will always pay back over time. So it is something that നമ്മൾ തുടക്കത്തിൽ കാണുന്ന കഷ്ടപ്പാടിന് എന്തായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു റിട്ടേൺസ് എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ ഇന്റേണലൈസ് ചെയ്താണ്. പിന്നെ മൂന്നാമത്തത് ഒരു കോമൺ സെൻസ് കാര്യമാണ്. പക്ഷെ എന്നാലും ചില സമയത്ത് ഓൺടർപ്രീനേഴ്സ് ഒന്ന് മറന്നു പോകും. ഒന്ന് യൂണിറ്റ് എക്കണോമിക്സ് എന്നുള്ളതാണ്. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ചെലവുകൾ ഉണ്ടാവും. നമുക്ക് ചിലപ്പം ഇനീഷ്യൽ ക്യാപെക്സ് ഉണ്ടാവും, മാനേജ്മെന്റ് ഹയറിംഗ് ഉണ്ടാവും. പക്ഷെ ഇതിൽ ചില സാധനങ്ങൾ നമുക്ക് വോളിയം കൂടുന്നതിനനുസരിച്ച് നമുക്ക് പ്രൊപ്പോർഷനറ്റ്ലി കുറയും, ചില സാധനങ്ങൾ പ്രൊപ്പോർഷനറ്റ്ലി കുറയില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ബിസിനസ്സിനകത്ത് ഇപ്പൊ നമുക്ക് ഡെലിവറി കോസ്റ്റ് അത് വോളിയത്തിനനുസരിച്ചിട്ട് ഡെൻസിറ്റി കൊണ്ട് കുറച്ച് കുറയുമെങ്കിലും അത് കൂടുതൽ വോളിയം ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ഡെലിവറി പീപ്പിളിനെ വേണം. പക്ഷെ അതേ സമയത്ത് ടെക്, നമ്മുടെ എഞ്ചിനീയറിംഗ് ടീം, അത് നമുക്ക് എത്ര വോളിയം ആയാലും ഒരേ ടീം തന്നെ മതി. അപ്പൊ യൂണിറ്റ് എക്കണോമിക്സ് ആർ ദോസ് സെറ്റ് ഓഫ് കോസ്റ്റ് വിച്ച് ആർ നോട്ട് scalable based on which increases based on volume. അതായത് ഇപ്പൊ ഞങ്ങളുടെ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ സോഴ്സിംഗ് കോസ്റ്റ്, പിന്നെ അതിൽ കിട്ടുന്ന മാർജിൻ, പിന്നെ ഡെലിവറി ചെയ്യാനുള്ള ചാർജസ്, പിന്നെ മിഡ് മൈൽ ചാർജസ്, പിന്നെ പ്രോസസിങ് ചാർജസ്, ഐസ് ചാർജസ്. അപ്പൊ ഇങ്ങനത്തെ കോസ്റ്റിലെല്ലാം നമ്മളൊരു ബക്കറ്റിലാക്കിയിട്ട് അതിന് യൂണിറ്റ് എക്കണോമിക്സ് എന്ന് വിളിക്കണം. ഏത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും നിങ്ങൾ ഒരിക്കലും അത് യൂണിറ്റ് നെഗറ്റീവ് ആവാൻ പാടില്ല. നമുക്ക് ഓവറോൾ ഇബിറ്റ eventually over a period of time ആയിരിക്കണം, പക്ഷെ at a unit level it has to be positive. So and we were very happy to get to that stage very quickly. അങ്ങനത്തെ ബിസിനസ്സിനെയാണ് റെസ്പോൺസിബിൾ ബിസിനസ് ആവാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ലോക്കൽ പ്ലേയേഴ്സിന് ഇഷ്ടംപോലെ കാണാൻ പറ്റും. അവരുടെ എല്ലാവരുടെയും ഗ്രോസ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7% മുതൽ 8% വരെയായിരിക്കും. ഒരു 200 രൂപ ഓർഡറിന് മേലെ നമ്മളൊരു ഈവൻ 10% നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ അതിന്റെ മേലെ നമ്മൾ 20 രൂപ ഉണ്ടാക്കുക. ആ 20 രൂപയുടെ പ്രോഫിറ്റിന് മേലെ ഒരു 50 രൂപയുടെ ഡെലിവറി ചാർജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 30 രൂപ ഇൻവെസ്റ്റേഴ്സിന് പൈസയാണ്. അപ്പൊ അങ്ങനത്തെ ബിസിനസ്സസ് എല്ലാം ഹെവിലി ഇറസ്പോൺസിബിൾ ബിസിനസ്സസ് ആണ് എന്റെ മനസ്സിലുള്ള. അപ്പൊ യൂണിറ്റ് എക്കണോമിക്സ് എപ്പോഴും പോസിറ്റീവ് യൂണിറ്റ് എക്കണോമിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇവൻച്വലി ഓവർ എ പീരീഡ് ഓഫ് ടൈം യു ഹാവ് ടു ബി ഇബിറ്റ പ്രോഫിറ്റബിൾ. പ്രത്യേകിച്ച് ഒരു വെഞ്ചർ ഫണ്ടഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഇബിറ്റ പ്രോഫിറ്റബിൾ ഇഫ് പോസിബിൾ അറ്റ് എ കംപ്ലീറ്റ് ലെവൽ. If not, at least in one city you should be able to show it, or multiple cities you should be able to show that. Only then you will start seeing growth capital coming your way. അല്ലെങ്കിൽ ഇപ്പോഴും അതൊരു
പ്രത്യേകിച്ച് കോവിഡ് പോലെ നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് വളരെ ഡിഫിക്കൽട്ട് ആയുള്ള സമയത്ത് EBITDA negative or unit negative businesses will suffer quite drastically. So it's something to watch out for. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ യുണീക്ക് മാർക്കറ്റ് സൈസ്, പിന്നെ അൺമെറ്റ് നീഡ് ആൻഡ് അൺഫെയർ അഡ്വാൻറ്റേജ്, ഈ 3 പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാതെ ഇഫ് യു ഡിലേ ദാറ്റ് പ്രോസസ്, കുറെ ആൾക്കാരുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്ത് ചിലപ്പോൾ ഇനിഷ്യലി ദേ മേ ഗെറ്റ് ഫണ്ടഡ് ആൻഡ് ദെൻ ദേ വിൽ ഹാവ് എ മൊമെന്റം. പക്ഷെ ഇത് എത്രയും കാലം നമ്മൾ സോൾവ് ചെയ്തിടത്തോളം കാലവും it will catch up with you, and whether it may not catch up with you in the first 6 months, but it will catch up with you eventually in the lifetime of the business. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഇനി ഈ കോവിഡ് സമയത്ത് പ്രത്യേകിച്ച് എൻ്റെ കുറച്ച് ഐഡിയാസ് ആണ്, ഇത് നിങ്ങൾക്ക് എടുക്കാം റിജക്ട് ചെയ്യാം. ഇത് ഞാനൊരു ജസ്റ്റ് ഒരു സജഷൻ പറയാണ്. നിങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് വെഞ്ചേഴ്സ് നോക്കുമ്പോൾ and if you want to look at what are the new large markets available, what are the unmet need you can tap into, and what is the unfair advantage you can play, and രണ്ട് മൂന്ന് എക്സാമ്പിൾ പറയാം. പ്രത്യേകിച്ച് എൻ്റെ വേൾഡ് which is mostly on the online e-grocery world. ഇന്ത്യയിലെ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് is still very high because if you look at it, India is really ഒരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഇതൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ we've got people who got data, ഒരു ക്വാളിഫൈങ് യൂസറിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ 45 കോടി സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ഉണ്ട്. അതിനകത്ത് തന്നെ 10 കോടി ആൾക്കാർ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു വേറെ ഫണ്ട് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 crores ഓഫ് ദാറ്റ് ഇസ് ആക്ച്വലി ബൈങ് ട്രെയിൻ ടിക്കറ്റോ അതോ പ്ലെയിൻ ടിക്കറ്റോ വാങ്ങിക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ക്വാളിഫൈഡ് യൂസർ ബേസ്. പിന്നെ അതിന്റെ താഴെ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഫുഡ് ഓൺലൈനിൽ വാങ്ങിക്കുന്നത്, ഇപ്പോൾ ഇഫ് യു ആർ ട്രൈങ് ടു ഡു എ ഫുഡ് വെഞ്ചർ, റൈറ്റ്, 2.5 കോടി ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഒന്ന് മേ ലുക്ക് ലൈക്ക് എ ലാർജ് നമ്പർ, പക്ഷെ ഇപ്പൊ തന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ, എങ്ങനെ ഇതിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ ഡോണ്ട് ട്രൈ ടു ബി എ ജനറലിസ്റ്റ്. എന്തെങ്കിലും ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഇത് സ്റ്റിൽ എ വെരി അട്രാക്റ്റീവ് ഓപ്ഷൻ. അതിന്റെ കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയോ US എടുക്കുകയാണെങ്കിൽ ചൈനയിലെ ഇ-കോമേഴ്സ് മാർക്കറ്റ് ഇസ് അബൌട്ട് 20%, റൈറ്റ്, കമ്പയർഡ് ടു ഇന്ത്യ ആണെങ്കിൽ ഒരു 3% ഉള്ളത്. ചൈനയിലെ ഗ്രോസറി മാർക്കറ്റ്, അതായത് ഫുഡ് വിൽക്കുന്നത് ഓൺലൈനിൽ വിൽക്കുന്ന മാർക്കറ്റ് പറഞ്ഞാൽ 5% ആണ്. US-ലെ ഇ-കോമേഴ്സ് മാർക്കറ്റ് ഇസ് 15% ആൻഡ് ഇ-ഗ്രോസറി ഇസ് 5%. ഇത് കാണുമ്പോൾ വളരെ ചെറിയ ഫിഗർ ആണെന്ന് തോന്നുന്നു. 5% എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് ചെറിയ നമ്പർ അല്ലേ? ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് ദിസ് ഇസ് ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ്, വളരെയധികം വലിയ നമ്പേഴ്സ് ആണ്. ഇപ്പൊ ഇന്ത്യ നമ്മൾ ഫ്ലിപ്കാർട്ടും ആമസോണും ബാക്കി എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൺലി 3% ഓഫ് റീറ്റെയിൽ. അതേ സമയത്ത് ഗ്രോസറി ഇപ്പൊ ബിഗ് ബാസ്ക്കറ്റും ഫ്രഷ് ടു ഹോമും ബാക്കി എല്ലാവരും കൂടി എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൺലി 0.3%. അപ്പോൾ the opportunity for India to be at least as big as in terms of percentage as China or US, which is very realistic, is really the opportunity. അപ്പം ഈ 0.3% എന്നൊരു 3% ആവുകയാണെങ്കിൽ 25 കോടി ആൾക്കാരായിരിക്കും ഓൺലൈനിൽ ഉണ്ടാവും. സോ ഇറ്റ്സ് എ വെരി വെരി ലാർജ് ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ടാണ് നിങ്ങളിപ്പം റിലയൻസും ജിയോയും അങ്ങനെ കുറെ നെയിംസ് കേൾക്കുന്നത് അല്ലെ? അറ്റ് ദ സെയിം ടൈം ഇത് വലിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഞാൻ നിങ്ങൾ കോഷൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാൻ ഇല്ലാതെ, ഒരു പുതിയ ഡിഫറൻഷിയേറ്റഡ് അഡ്വാൻറ്റേജ് ഇല്ലാതെ ഈ മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും കടക്കാൻ പറ്റില്ല. ബിക്കോസ് ബീങ് എ ജനറലിസ്റ്റ് റിക്വയർസ് either you to be like a Reliance or a Amazon or the others, right? You're just throwing money and trying to make a market happen, or you have to find some secret sauce. അപ്പോൾ ഒരു ജനറലിസ്റ്റ് വേഴ്സസ് സ്പെഷ്യലിസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ബിസിനസ് നോക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ടത്. And that's my consistent message, whether it's a food business or an online business or whatever business you're looking at. Yeah. പക്ഷെ അതേ സമയത്ത് നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ഇതൊക്കെ വലിയ ഹൈടെക് സാധനങ്ങളല്ലേ, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇത് ആക്ച്വലി ഒരു ഫോൾസ് തിങ്കിങ് ആണ്. ഇപ്പൊ നമ്മൾ ഈ മെച്യൂർ മാർക്കറ്റ് പറഞ്ഞില്ലേ, ഇപ്പൊ ചൈനയോ പ്രത്യേകിച്ച് ചൈന, ഇന്ത്യൻ കമ്മ്യൂണിറ്റി കുറെ പാരലൽസ് ഉള്ള മാർക്കറ്റ്. ഞാൻ കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഹാബിറ്റ്സ് ഒന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെജോറിറ്റി ഓഫ് സെയിൽസ്, ഓൺലൈൻ സെയിൽസ് ഇൻ ചൈന ഗോസ് ത്രൂ WeChat, ആൻഡ് ദ കമ്പനീസ് ദാറ്റ് ഹാവ് മെയ്ഡ് ബിഗർ നെയിംസ് ഓൾ യൂസിങ് WeChat ആസ് എ പ്ലാറ്റ്ഫോം. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്ലാറ്റ്ഫോം വേണം നിർബന്ധമില്ല. ഫ്രഷ് ഹോമോ ബിഗ് ബാസ്ക്കറ്റോ ഒന്നും ഉണ്ടാക്കിയ പോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. എവറിഥിങ് ക്യാൻ ഗോ ത്രൂ, and I think the future of e-grocery and e-commerce will gravitate towards chat platforms. WhatsApp അത് വളരെ ഏബിൾ ആയിട്ട് ഇപ്പൊ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. വാട്സ്ആപ്പ് has just introduced WhatsApp Pay. പിന്നെ വാട്സ്ആപ്പ് APIs വരുന്നുണ്ട്. ബിസിനസ് SMEസിന് വാട്സ്ആപ്പ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള APIs വരുന്നുണ്ട്. അപ്പോൾ അത് കമ്പയർഡ് ടു സോർട്ട് ഓഫ് ഓർഡറിംഗ് ഓൺ യുവർ ഓൺ പ്ലാറ്റ്ഫോം, ഒരു ഫ്രിക്ഷൻലെസ് എക്സ്പീരിയൻസ്, അതായത് സാധാരണ ആൾക്കാരെ ടാപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത് വാട്സ്ആപ്പ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഷോപ്പ്. ഇതെല്ലാം അത്രയും വലിയൊരു ഹൈടെക്
ടീമിന്റെയോ ഇനീഷ്യൽ ആ ടെക്നോളജി ഗ്യാപ്പിന്റെയോ ആവശ്യമില്ല. സോ ഐ urge you to sort of consider some of these platforms. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ഈ പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത് ഒന്ന് ഇമ്മ്യൂണിറ്റി, വേറെ ഒന്ന് GMO ഫ്രീ. അപ്പൊ നമ്മളെ കൺസ്യൂമേഴ്സിന്റെ ടോപ്പ് ഓഫ് മൈൻഡ് റീകോൾ നമുക്ക് ഇതിന്ന് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സെർച്ച് ടേം ഫ്രം ദ ടൈം ദാറ്റ് കോവിഡ് മാർച്ചിൽ നമ്മൾ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തില്ല, അപ്പോൾ മുതലും അതിന്റെ സെർച്ച് ടേം has just become very very high, right? Similarly, ഈ GMO ഫ്രീ എത്രത്തോളം റെലവെന്റ് ആണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ്സ് if it is a precursor to something like an immunity, അതിന്റെയും സെർച്ച് ഇൻസ്റ്റൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. So what does this tell you? This tells you that consumers, particularly in this COVID time, there is opportunities all around, right? There is opportunities whether എന്തെങ്കിലും സാധനത്തിന് ഓൺലൈൻ ആക്കുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പിന്നെ എന്തെങ്കിലും ഒരു ബിസിനസ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആസ്പെക്ടിനെ ഫോക്കസ് ചെയ്യുന്നത് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ് നല്ല ഭക്ഷണം കൊടുക്കുക, അല്ലെ? ആയുർവേദമോ അതോ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ ഞാനോ PCO ബാക്കി എല്ലാവരും ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഹോൾസം കോമ്പണന്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കൺസ്യൂമേഴ്സ് അത് അഡോപ്റ്റ് ചെയ്യാൻ വളരെ തയ്യാറാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഫിഗറിംഗ് ഔട്ട് വാട്ട് ഈസ് യുവർ അൺമെറ്റ് നീഡ് ഇൻ ദ മാർക്കറ്റ്. ആ മാർക്കറ്റ് നീഡിനെ പറ്റി സജസ്റ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് യു ട്രൈ ആൻഡ് ഫിഗർ ഔട്ട് ഹൗ ടു അറ്റാക്ക് ദ മാർക്കറ്റ്, റൈറ്റ്? Chyawanprash, for example, I heard here is 6x or 7x ആണ് Chyawanprashന്റെ സെയിൽസ് ഈ കോവിഡ് ടൈമിൽ കഴിഞ്ഞ 4 മാസം. ആൻഡ് സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ബേസിക്കലി ഫിഗറിംഗ് ഔട്ട് വാട്ട് ഈസ് ദ റെലവെന്റ് ഐഡിയ ഫോർ ദ റെലവെന്റ് ടൈം. അപ്പൊ കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സമയം ചീത്ത സമയമൊന്നും ഇല്ല. കോവിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നല്ലൊരു സമയമാണ്. യു ഹാവ് ടു തിങ്ക് ഡിഫറെന്റ്ലി. ഇപ്പൊ നിങ്ങൾ ട്യൂഷൻ ബിസിനസ്സോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ യു തിങ്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ. യു ഹാവ് ടു, ഇഫ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫിഗർ ഔട്ട് how to incorporate WhatsApp in your flow. It's inevitable. Health or food industry, you have to think about natural. You have to think about food without any chemicals or any additives, right? Healthy food is always in one area. ഞാൻ കുറച്ച് just suggestions തരാം. ഞാൻ I have been intrigued very much by algae. ഈ algae എന്നുള്ള സബ്ജക്ട് ഒരു plankton in general has been very very fascinating for me. അപ്പൊ algae കൊണ്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് ന്യൂട്രീഷൻ എൻഹാൻസ് ചെയ്തിട്ടുള്ള കുറെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാമോ അറിയില്ല, ബട്ട് ഫിഷിന്റെ omega-3 വരുന്നത് ആൽഗയാണ്, ബിക്കോസ് ദേ കൺസ്യൂം ആൽഗെ. സോ ആൽഗെ ഇസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ആൽഗെ കൊണ്ടുള്ള ഫുഡ് കളേഴ്സ്, ആൽഗെ കൊണ്ടുള്ള നാച്ചുറൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇതെല്ലാം ഒരു എമേർജിംഗ് ഏരിയ ഓഫ് റിസർച്ച് ആണ്. സിമിലർലി ഞാൻ ഇന്നലെ ഒന്ന് ആമസോണിൽ US പോയിട്ട് ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു സെർച്ച് ഫോർ സം പ്രോഡക്ട്സ്. അപ്പൊ ഞാൻ ഇത് കണ്ടു. ഒന്ന് നമ്മുടെ ഈ സംഭവം എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? അതായത് $200 ആണ്. ദാറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 12,000 അല്ല 14,000 രൂപ. ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്താ സംഭവം? ഇത് നമ്മളുടെ മഞ്ഞള്. ദിസ് ഇസ് അവർ ട്രഡീഷണൽ ഹൽദി. കുർക്കുമിൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മഞ്ഞളിൽ ഉണ്ടാവുന്ന വളരെ ക്രിയേറ്റീവ് ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരു സാധനം കണ്ടിരുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് എന്തൊക്കെ പേര് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ബട്ട് 70,000 രൂപ മൊറിംഗ എക്സ്ട്രാക്ട് പൗഡർ. നിങ്ങളിപ്പോ US ആമസോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ പിന്നെ രണ്ടാമത് ഇപ്പൊ US വളരെ വലിയൊരു ഒരു ഫാഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് മീറ്റ്ലെസ് മീറ്റ്, അല്ലെ? ആൻഡ് വി ആർ ഓൾസോ എക്സ്പെരിമെന്റിംഗ് വിത്ത് എ നമ്പർ ഓഫ് കോൺസെപ്റ്റ്. ബട്ട് ഇമ്പോസിബിൾ, ബിയോണ്ട് മീറ്റ്സ് എല്ലാം പ്ലാന്റ് ബേസ്ഡ് മീറ്റ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് നമ്മളുടെ ട്രഡീഷണലി നമ്മളുടെ ചക്കയാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കടച്ചക്കയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർലി സോട്ട് ആഫ്റ്റർ ഇൻഗ്രീഡിയന്റ് ഇൻ ദ മീറ്റ്ലെസ് മീറ്റ്, അല്ലെങ്കിൽ സോയ അല്ലെങ്കിൽ ചക്ക. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവുന്ന ഇങ്ങനത്തെ കുറെ ഐഡിയകൾ ഒന്ന് നോക്കിയിട്ട് ഫിഗറിംഗ് ഔട്ട് an unmet need and an unfair advantage is really the critical idea in starting something. So with that, ഞാനത് എൻ്റെ സ്പീച്ച് ജസ്റ്റ് I'm just going to end it, but let me spend a little bit of time just talking about 2018-19 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ സ്കെയിൽ ചെയ്തു. അപ്പോൾ അതിന് ഏറ്റവും വലിയ എനിക്ക് ചോദിക്കുന്ന ആൾക്കാരെന്നോട് ചോദിക്കുന്നത് ഫണ്ടിങ്, എങ്ങനെയാണ് ഫണ്ടിങ് ചെയ്യാം, വാട്ട് ആർ ദി ഓപ്ഷൻസ്, ആൻഡ് ദെൻ ഹൗ ഡു യു സ്കെയിൽ ഫ്രം ദെം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ഫണ്ടിങ്ങിനെ പറ്റി അറിയുമ്പോൾ ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡു യു റിയലി നീഡ് ഫണ്ടിങ്? കാരണം ഈ ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡബിൾ എഡ്ജ് സോർഡ്, റൈറ്റ്?
ഈ ഫണ്ടിങ് ആസ് ഫാർ ആസ് പോസിബിൾ ഫണ്ടിങ് എടുക്കാതെ സ്വന്തം കയ്യിൽ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദ മോസ്റ്റ് റെലവെന്റ് ആൻഡ് ബെറ്റർ വേ ഓഫ് ഡൂയിങ് തിങ്സ്. പക്ഷെ പറ്റിയിട്ടില്ലെങ്കിൽ ആൻഡ് ഇഫ് യു നീഡ് ഫണ്ടിങ് ദെൻ വാട്ട് ആർ ദ വേസ് ടു ഡു ഇറ്റ്, റൈറ്റ്? അപ്പൊ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾ ഏത് ഫണ്ടിങ്ങിന്റെ മുമ്പ് പോവുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് ഓപ്റ്റിക്സ് വേഴ്സസ് റിയാലിറ്റി ഉണ്ട്. അതായത് ഇപ്പം ഞങ്ങളോ വേറെ ആരാണെങ്കിലും നിങ്ങൾ ഇഫ് യു സ്റ്റാർട്ട് ഹിയറിംഗ് അബൌട്ട് ഈ കമ്പനിക്ക് ഇത്രയും ഫണ്ടിങ് കിട്ടി, മറ്റേ കമ്പനിക്ക് ഇങ്ങനെ ഫണ്ടിങ് കിട്ടി, ഇതെല്ലാം ആക്ച്വലി സ്പീക്കിംഗ് ഫണ്ടിങ് ഇസ് റിയലി നോട്ട് ആൻ എക്സിറ്റ് ഇവന്റ്. എക്സിറ്റ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷെയർ ഹോൾഡേഴ്സിനോ അത് ഫൗണ്ടേഴ്സിനോ എല്ലാം വെൽത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് ആണ്. ബട്ട് ഫണ്ടിങ് ഇസ് റിയലി ഗ്രോത്ത് ഇവന്റ്. അതായത് നമുക്ക് കിട്ടുന്ന ഫണ്ട്സ്, the way that any venture capital deals are structured is that you will only be able to get an exit for the shareholders when there is an IPO or when there is an exit, right? So please don't get into funding thinking that funding is really about wealth creation. Funding and wealth creation are different aspects. Funding is a good step, and it's actually a really good step in making sure that you have enough burn and runway to support how to grow future, but that's not the end game. മൂന്നാമത്തത്, ഒരു ഫണ്ടിങ് പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോണ്ട് ട്രൈ ടു ഗോ ഫോർ എ ഫണ്ടിങ് അൺലെസ് യുവർ ബേസിക്സ് ഇൻ പ്ലേസ്. ഈ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് യു ഷുഡ് ഹാവ് എ ഗുഡ് ഐഡിയ ദാറ്റ് അറ്റാക്സ് എ ലാർജ് മാർക്കറ്റ്. ഇറ്റ് ഷുഡ് ബി സംതിങ് ദാറ്റ് സോൾവ്സ് എൻ അൺമെറ്റ് നീഡ്. ഇറ്റ് ഷുഡ് ഹാവ് എൻ അൺഫെയർ അഡ്വാൻറ്റേജ്. And on top of that, you should have a team, you should have mentors, you should have a structure that enables you to go forward, and you should be able to take risk. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം then you can go for a funding process. Typically ഒരു ചിക്കൻ ആൻഡ് എഗ് ക്വസ്റ്റൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം സ്കെയിൽ ഇല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. So what I would urge you to do is, depending on the kind of business you are, there may be different kinds of investors. So for example, ഇപ്പൊ നമ്മളൊരു ഏർലി സ്റ്റേജ് ആയിരിക്കും, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാതെ ഇന്നത്തെ കാലത്ത് ഒരു ഫണ്ടിങ് കിട്ടാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് വൺസ് യു ആർ ഇൻ ദ ഏർലി സ്റ്റേജ്, then there are people like incubators, right? നമ്മൾ Sequoia Search or Y Combinator, അങ്ങനത്തെ early stage കാര്യങ്ങൾ. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണെങ്കിൽ you have people who do venture capital, right? Your Mount Beauty or Red Bar, or there could be the Sequoias and Accels of the world. പിന്നെ കുറച്ചും കൂടി if you're farther along, there is private equities or growth capital folks. So depending on the stage, you have to get the right advice and put that in place. പിന്നെ ഈ ഫണ്ടിങ് ഈസ് ഓൾ അബൌട്ട്, ഇറ്റ്സ് ടിപ്പിക്കലി പ്രത്യേകിച്ച് ഏർലി സ്റ്റേജ് ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് ഈസ് ഓൾ അബൌട്ട് സിൻഡിക്കേറ്റ് ഫണ്ടിങ്. അതായത് നമ്മൾ സാധാരണ ഒരു ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളൊരു ഇൻവെസ്റ്ററെ പോയി കാണും, എന്നിട്ട് നമുക്ക് അവർ ഇഷ്ടമായി കഴിഞ്ഞാൽ they will say that I am going to invest so much money, I will give you X% for Y, അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കും. ബട്ട് പെർട്ടിക്കുലർലി നമ്മളൊരു ഏർലി സ്റ്റേജിൽ, ഒരു പ്രീ സീരീസ്, അതായത് ഒരു ഏർലി സീഡ് ക്യാപിറ്റൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി ഇറ്റ്സ് എ സിൻഡിക്കേറ്റ് ഫണ്ടിങ്. അതായത് നമുക്കൊരു ക്രെഡിബിൾ ഇൻവെസ്റ്ററെ ആദ്യം നമ്മൾ കൊണ്ടുവരണം. കാരണം നമ്മളിപ്പം ഒരു ഏർലി സ്റ്റേജ് വെഞ്ചറിനകത്ത് ഒരു ഇൻവെസ്റ്റർ നമുക്ക് ശരിക്ക് അവർക്ക് ഫ്യൂച്ചർ വിഷനാണ് നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ പ്രോഗ്രസ് നമുക്ക് അത്രയധികം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് യു ഡു ദെയർ ഇസ് ദാറ്റ് യു ഹാവ് ടു ഫസ്റ്റ് ഗെറ്റ് എ ഫേം ബിലീവർ ഇൻ യു, ആൻഡ് ദാറ്റ് പേഴ്സൺ ഹാസ് ടു ബി യുവർ ലീഡ് ഇൻവെസ്റ്റർ. ഇപ്പൊ എന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതൊരു US തന്നെ ഏറ്റവും വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. ഒന്ന് ഗൂഗിളിന്റെ CEO ആയിരുന്നു, ഗൂഗിൾ വെഞ്ചേഴ്സിന്റെ CEO ആയിരുന്നു. പിന്നെ വേറെ ഒന്ന് സിംഗന്റെ തന്നെ എന്റെ പ്രീവിയസ് ബോസ് ആയിരുന്നു. അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാർ who understands and who is very widely respected in the investment community. അവരുടെ കയ്യിൽ നിന്ന് ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ, ഈവൻ ഇഫ് ഇറ്റ്സ് എ ടോക്കൺ ക്യാപിറ്റൽ, റൈറ്റ്, ഒരു 25 ലക്ഷം രൂപ, ഒരു 10 ലക്ഷം രൂപ, എന്തെങ്കിലും ഒരു ടോക്കൺ ക്യാപിറ്റൽ വെച്ച് കഴിഞ്ഞാൽ then they can set the terms for the round. അപ്പൊ അങ്ങനെ ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ it's very easy then to attract more credible investors. കാരണം എല്ലാം ഒരു സിൻഡിക്കേറ്റ് ഫണ്ടിങ് ആണ്. അപ്പം അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ വെഞ്ചേഴ്സിന്റെ സിഇഒന് ഈ ഐഡിയയിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ there has to be something about it. Then hence I will now put my support, right? ഇങ്ങനെയാണ് typically a funding round construct ചെയ്യുക. You need to have an early believer. Secondly, നമ്മൾ സാധാരണ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം ഈ വെഞ്ചർ വേരിയൽ ഉണ്ടാവാം. ടിപ്പിക്കലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത്രയും ഈ കമ്പനിക്ക് ഇത്രയും വിലയുണ്ട്, അപ്പൊ ഇത്രയും പൈസ തന്നു കഴിഞ്ഞാൽ ഇത്രയും ഷെയർ കിട്ടും. അതാണ് ഒരു ടിപ്പിക്കൽ പ്രൈസ് റൗണ്ട്. You can be a little more creative when it comes to early stage ventures. കാരണം മിക്കവാറും early stage venturesനകത്ത് നമുക്ക് അതിന്റെ വാല്യുവേഷൻ may not be a function of the current revenue. കാരണം ചില സമയത്ത് അത് റവന്യൂ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ it may be getting to that stage, but you may need more capital, right? So അങ്ങനത്തെ സ്റ്റേജസിനകത്ത് there are different financial instruments, and all of these instruments are without interest.
തിങ്സ് ലൈക്ക് എ സേഫ് നോട്ട്, അതൊരു SAFE നോട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ദർ ഇസ് എ കൺവേർട്ടബിൾ നോട്ട്, റൈറ്റ്, CDI. ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യണം ഇതെല്ലാം. കാരണം ഇതെല്ലാം ഈ സെയിം വാല്യൂ, ഈ സെയിം ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വിത്ത് ഇൻട്രസ്റ്റ് വിതൗട്ട് ഇൻട്രസ്റ്റ് ആർ പോസിബിൾ. But investors, particularly Western investors, are all very open to without invest. The safe note particularly is one where there is no interest, right? It's a safe note. അപ്പം ഈ ഇങ്ങനത്തെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം കൂടി ടെക്നിക്കലി കവർ ചെയ്യാൻ നമുക്ക് ഈ ചെറിയ ടൈം ഡ്യൂറേഷനിൽ പറ്റില്ല. ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലീവ് എ സ്പാർക്ക് ഇൻ യു. Then the other thing to be careful is that investors are very, very crafty, and they have to be because they are protecting their interests. So, നമ്മുടെ term sheets, the contracts with the investors has to be negotiated very well. Either ഒരു നല്ല മെന്ററെ കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ലോയറെ കിട്ടണം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് ഫ്രസ്റ്റോം ഡെറ്റ് ഫ്രീ ആണ്. അതായത് ഞങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടൈപ്പ് സംഭവം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഐ വാണ്ട് ടു urge you that whatever you do, try to make it without a interest loan, right? കാരണം നമ്മുടെ ആൾക്കാർ എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് എടുക്കും? ഒന്ന്, നമുക്ക് വേറെ വഴികളൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്താതിരിക്കാൻ പറ്റുന്ന രീതികളിൽ നോക്കുക. രണ്ടാമത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് മിക്കവാറും നമ്മളുടെ കമ്മ്യൂണിറ്റിയും നമ്മുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റിയിലെ ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു വെഞ്ചർ ഒരു പ്രത്യേക സ്കെയിലിലേക്ക് എത്തി, എന്നിട്ട് നമുക്ക് ആ സ്കെയിലിൽ വേറെ സ്കെയിലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വി മൈറ്റ് നീഡ് ക്യാപിറ്റൽ. അപ്പൊ നല്ല ബിസിനസ് ആണെങ്കിൽ ആരായാലും ഫണ്ട് ചെയ്യാൻ റെഡി ആയിരിക്കും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും, അയ്യോ ഇത്രയും ഒരു സാധനത്തിന് നമ്മൾ പെട്ടെന്ന് ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും വാല്യൂ ഡൈല്യൂട്ട് ചെയ്ത് പോയില്ലേ, അതായത് നമ്മുടെ ഷെയർ എല്ലാം ഡൈല്യൂട്ട് ചെയ്ത് അത് വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരില്ലേ. ആ തിങ്കിങ് ടിപ്പിക്കലി ലീഡ്സ് ടു either taking a money on interest or a loan or the other, right? അപ്പൊ ആ തിങ്കിങ് ഒഴിവാക്കുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു വലിയ കേക്കിന്റെ ഒരു ചെറിയ കഷ്ണം കിട്ടുന്നതാണ് ഒരു ചെറിയ കേക്കിന്റെ വലിയ കഷ്ണം കിട്ടുന്നതിനേക്കാളും നല്ലത്. So it's a small part of a big pie is always better than a small pie and you're getting a large piece of it. So debt-free instruments, ishtamole options available are, and you have to just seek them out, right? It's very, very easily available. In fact, all the venture capital, even if you're careful on the terms, you can structure it in a way it's debt-free. Secondly, നമ്മളുടെ ഈ ഫണ്ടിങ് രീതിയിൽ നോക്കുമ്പോൾ ഈ ഇൻട്രസ്റ്റ് നേരിട്ടല്ലാതെ പല ഇൻഡയറക്റ്റ് വേയില് it can be incorporated. For example, one typical way it's being done is നമ്മളുടെ ഡീലിനകത്ത് ഒരു ഫിക്സ്ഡ് ഇന്റേണൽ റിട്ടേൺ IRR, ഫിക്സ്ഡ് റിട്ടേൺ വേണം. അതായത് ഇത്രയും കാലത്തിനുള്ളിൽ എക്സിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും പൈസ റിട്ടേൺ വേണമെന്നുള്ള ക്ലോസസ് ഒക്കെ ഉണ്ടാവും. So these are all clauses that are all essentially debt, and you just have to be careful to detect those, and then you have to be careful about figuring out how to not get them into your process. So because at the end of the day, ഈ ഒരു ബിസിനസ്സിന് സക്സസ്ഫുൾ ആക്കുന്നത് തന്നെ വലിയൊരു സ്ട്രെസ്സാണ്. അത് ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇഫ് യു ഹാവ് ദ സോർട്ട് ഹാങ്ങിങ് ഓൺ യുവർ ഹെഡ് ദാറ്റ് ഈ ബിസിനസ് എന്തെങ്കിലും കാരണം കൊണ്ട് അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ അസറ്റോ എന്റെ പേഴ്സണൽ കാര്യങ്ങളോ എല്ലാം തിരിച്ച് ലോസ്റ്റ് ആവുന്ന ആ പോസിബിലിറ്റി, ദാറ്റ്സ് എ വെരി, വെരി ഫ്രൈറ്റനിങ് പോസിബിലിറ്റി. സോ ഫോർ യുവർ ഓൺ പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഫോർ ദ പീസ് ഓഫ് മൈൻഡ് ഓഫ് അതേഴ്സ്, please make sure that you're only going in with institutional investors and structure your process as equity and not as debt, at least in a way that you can sustain the business. പിന്നെ രണ്ടാമത്തെ കാര്യം, wherever possible, try to go to an institutional investor. കാരണം നമുക്ക് HNIs അല്ലെങ്കിൽ കുറെ പൈസയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അവരെല്ലാവരും it's a very different ball game dealing with a HNI or a friends and family than an institution. Institutions are aware that there is risk in business, right? മറ്റുള്ളവർക്കും aware ആയിരിക്കും, but they will always try to use a lens of okay, ഇയാളെ നമുക്ക് ഇത്രയും കാലം അറിയാം, അപ്പൊ ഇത്രയൊക്കെ മാക്സിമം പോസിബിലിറ്റി ഉണ്ടാവും. Institutional investors are fully aware that ഇവർ particularly early stage investors ആണെങ്കിൽ ഇത്രയും ഞങ്ങൾ പൈസ തരാണെങ്കിൽ ഇത് പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണെന്നുള്ളത് institutional investors-ന് നന്നായി അറിയുന്ന കാര്യങ്ങളാണ്. And it is very, very good to be transparent about it. അപ്പൊ ആ കാര്യം നമ്മൾ പ്രത്യേകിച്ച് HNIs-ന്റെ എടുക്കുകയാണെങ്കിൽ യു ഹാവ് ടു ബി അവെയർ ഓഫ് ആൻഡ് ടെൽ ദം ദാറ്റ് ഇത്രയും റിസ്ക് ഇതിനകത്തുണ്ട്, ഈ റിസ്കുകളാണ് ഇതിന്റെ പോസിബിലിറ്റി. ദിസ് ഹാസ് ടു ബി മെയ്ഡ് അവെയർ. പിന്നെ എല്ലാ കമ്പനികളിലും ക്ലിഫ് ഹാങ്ങർ മൊമെന്റ്സ് ഉണ്ടാവും. അതായത് ഒരു പാറയുടെ മേലെ താഴെ വീണ് എല്ലാം അടിച്ചു പോകുന്ന ഒരു മൊമെന്റ്സ്. It's a part and parcel of how entrepreneurs do, right? Because entrepreneurs are trying to change status quo. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ഒരു entrepreneur നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിചാരിച്ച പോലെ പോവാതിരിക്കാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അപ്പൊ ആ മൊമെന്റ്സിനെല്ലാം നമ്മൾ
ഇൻവെസ്റ്റേഴ്സിനേറ്റും ബോർഡിനേറ്റും ഈക്വലി ഷെയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിനെ ട്രാൻസ്പാരന്റ് ആയിട്ട് കൊണ്ടുവന്നു. പിന്നെ ഒന്ന് പീസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിന് നമുക്ക് പറ്റുന്നത് തന്നെ ചെയ്യാൻ പാടും. അതായത് അത് 2-3 രീതിയിൽ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ റിസ്ക് ഷുഡ് എൻഡ് അറ്റ് ദ കമ്പനി സ്റ്റോപ്പിംഗ് ദ കമ്പനി. അതിലും കൂടുതൽ റിസ്ക് വരാൻ പാടില്ല. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ കമ്പനി അടച്ചുപൂട്ടി പോകും. ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള പൈസ വെച്ചിട്ട് റിട്ടേൺസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അതിന് പുറമെ ഒന്നും വരാൻ പാടില്ല. അതായത് നിങ്ങളുടെ ലാൻഡോ നിങ്ങളുടെ അസറ്റ്സോ ഒന്നും അതിൽ അറ്റാച്ച് ചെയ്യുകയോ അതോ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഒരു ലയബിലിറ്റി ഉണ്ടാവാൻ പാടില്ല. That is why it is important to sort of know where your risk ends, and that is only possible if you take a debt-free way of doing a business. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ wherever possible ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നത് നമ്മൾ ക്യാപിറ്റൽ മാത്രമല്ല. And a good investor is not just a bank, right? It also provides you strategic advice. It does connects. It does networking for you. It solves certain things, or they have more experience doing certain things that you don't have. ആൻഡ് ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് തുടക്കത്തിലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ US ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പൊ അവരുടെ കയ്യിൽ നിന്നുള്ള കീ കോൺട്രിബ്യൂഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീനെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഒരു ഫണ്ടിങ് റെഡിയാക്കാൻ പറ്റുന്നത്. കാരണം അവർ വന്നപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നില്ല. അതായത് ഒരു ഇന്ത്യയിൽ നടക്കുന്ന ഒരു വലിയ ഒരു ഇൻഡസ്ട്രിയെ നമ്മൾ ടെക്നോളജി വെച്ച് കംപ്ലീറ്റ്ലി റാഡിക്കലി ഷിഫ്റ്റ് ചെയ്തു. ആ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് തന്നെ ഷോക്കേസ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിനുള്ള ഒരു ഇനീഷ്യൽ ഹെൽപ്പ് വന്നു. പിന്നെ നമ്മൾ സീരീസ് ബി ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സീരീസ് എ ഇൻവെസ്റ്റേഴ്സ് അവരെല്ലാവരും ദേ ഓപ്പൺഡ് അപ്പ് പ്ലേസസ്, റൈറ്റ്? കാരണം then they took it on as their own company, and then they decided and helped us in various different areas including future fundraising. So ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരുന്നത് വെറും പൈസ കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നത്. they should add more value to that. അപ്പം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ടൈമിന്റെ എൻഡായി. so I'm going to stop there and we can take questions. താങ്ക് യു ഷിബു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒരു പുതിയ സംരംഭകന് ഒരു സ്റ്റാർട്ടപ്പ് ജേണി എങ്ങനെയാണെന്നുള്ളത് വിഷ്വലൈസ് ചെയ്യാൻ അതിലൊരു ക്ലിയർ പിക്ചർ കിട്ടി എന്നുള്ളതാണ്. അതുപോലെ ഒരു സ്റ്റാർട്ടപ്പിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാ, ഇമ്പോർട്ടൻസ് ഓഫ് ടീം, സ്കിൽ സെറ്റ്. അതുപോലെ ഒരു വ്യത്യസ്തമായ മെസ്സേജാണ് സെലിബ്രേറ്റ് ദ ഫെയിലിയർ. പ്രത്യേകിച്ച് ഒരു പുതിയ സംരംഭകർക്കൊക്കെ ഫെയിലിയർ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ എത്തിക്സ് ആൻഡ് വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓഫ് കോഴ്സ് സെൻസ് ഓഫ് പർപ്പസ്, ഫ്രഷ് ടു ഹോമിൻ്റെ സെൻസ് ഓഫ് പർപ്പസ്. പ്രത്യേകിച്ചും നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമായി കാണുന്ന ഒരു സമയമാണ്. മൂവിങ് ഓൺ, നെക്സ്റ്റ് ഈസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനാണ്. നമ്മൾ ബി ടോക്കിൽ ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഒരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്. സോ റാപ്പിഡ് ഫയർ റൗണ്ട് ചെയ്യുന്നത് നമ്മൾ അഫ്താബ്ക്കാണ്. ഓവർ ടു അഫ്താബ്. Assalamu alaikum, Shan. Hi, Aftab. Hey. So only one ground rule. Okay. So you should not be taking more than 15 seconds for each questions. Okay. Right. Adu മാത്രമേ ഉള്ളൂ. Can you rapid fire? Sure. Ready? Yeah. Okay, starts with something interesting like 900 crores അല്ലെ? മലയാളത്തിലെ മനോഹരമായ ഒരു വാക്കുണ്ട്, 900 കോടി എന്ന് പറയും. ഈ 900 കോടി കയ്യിലേക്ക് കിട്ടിയപ്പോ കൈ വിറച്ചോ? 900 കോടി എന്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് വിറച്ചില്ല. അത് കമ്പനിയിലേക്കല്ല വന്നിരിക്കുന്നത്. ഓക്കെ. സോ ഓക്കെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാം. നമുക്കൊരു ഒരു ഡെഡ്ലി കോംബോ. ഇപ്പൊ ഈ മീനിനെ ചേർത്തിട്ട് നമ്മുടെ നാട്ടില് പൊതുവെ പറയുന്ന ഒരു സാധനമാണ് അലുവയും മത്തിക്കറി എന്ന്, ഒരു ഡെഡ്ലി കോംബോ. ഇതിനൊരു ബിസിനസ് ആസ്പെക്ട്സിൽ എങ്ങനെ കാണുന്നു ഷാൻ? ഞാൻ പഴംപൊരിയും പോത്ത് ഫ്രൈയും കഴിച്ചിട്ടുണ്ട്, പക്ഷെ അലുവയും മത്തിക്കറിയും ആദ്യമായിട്ടാണ്. പക്ഷെ എന്നാലും ബിസിനസിന്റെ അകത്ത് നമുക്ക് ചേരാത്ത കാര്യങ്ങൾ ചേർക്കാൻ പാടില്ല. അതായത് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ബിസിനസ്സിലുള്ള പൈസ എടുത്തിട്ട് റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കുന്ന പോലുള്ള പരിപാടികളില്ലേ, അതൊരു അലുവയും മത്തിക്കറിയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കുകയാണ് നല്ലത്. ഓക്കെ. ഷാന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ആളാരാണ്? അത് എന്റെ ഉപ്പ തന്നെയാണ്, എന്റെ ഫാദർ തന്നെയാണ്. പിന്നെ എന്റെ പാരന്റ്സ്, ബട്ട് ഇൻ പെർട്ടിക്കുലർ മൈ ഫാദർ. ഈസ് എ ഡോക്ടർ, ഒരു സകലകല വല്ലഭനാണ്, ആർട്ടിസ്റ്റ് ആണ്, ഇതെല്ലാം. പിന്നെ ഹീസ് ദ വൺ. ഞാൻ ഒരു UAE നല്ലൊരു ബിസിനസ് ഒക്കെ ചെയ്ത് തുടങ്ങിയ വരുന്ന സമയത്ത് എന്നെ അതൊക്കെ നിർത്തിപ്പിച്ച് അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചതാണ്, ഭാവിയിൽ നന്നാവും എന്ന് പറഞ്ഞു. അപ്പം ഇറ്റ് ഈസ് റിയലി ഹിസ് വിഷൻ ദാറ്റ് ഹെൽപ് മീ ഗൈഡ് ടു വേർ ഐ ആം ആൻഡ് ഹീസ് എ സെൽഫ് മെയ്ഡ് മാൻ. I hope I'm pretty sure he'll be proud. Okay, how do you define success?
success is about teamwork. Success is basically achieving your sense of purpose with a team. നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാന്നുള്ളത് എനിക്ക് ഒരിക്കലും നടക്കും തോന്നില്ല ബിസിനസ്സിനകത്ത്. അപ്പൊ നമ്മളെ കൂടെയുള്ള ആൾക്കാർ നമ്മൾ അതേ വേവ് ലെങ്ത്തിൽ ആലോചിച്ചിട്ട് അവർക്കത് അച്ചീവ് ചെയ്യുന്നതാണ് എന്റെ മനസ്സിൽ സക്സസ്. സോ ഈ ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി നമ്മളൊരു ബാംഗ്ലൂരിലെ മോസ്റ്റ് ഓഫ് us ആർ ടെക്കീസ്. അപ്പോൾ ഷാൻ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിലോ മീൻ വിൽക്കലാണ് പണി. അത് ആർ യു പ്രൗഡ് വാട്ട് യു ഡൂയിങ് ആസ് ഓഫ് നൗ? ഓൺലൈൻ മത്തിക്കച്ചവടം എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള കാര്യം. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭക്ഷണം നല്ല ഇഷ്ടമാണ്. നന്നായി ഭക്ഷണം കഴിക്കാനും നല്ല മീനും അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കണം. അതിപ്പം മത്തി കട്ട് ചെയ്യലോ ഡെലിവറി ചെയ്യുന്നതോ അതോ സോഫ്റ്റ്വെയർ എഴുതലോ എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. എൻഡ് ഒബ്ജക്റ്റീവ് ഇസ് യു ഹാവ് ടു അച്ചീവ് യുവർ സെൻസ് ഓഫ് പർപ്പസ്. ഓക്കെ, അവിടുന്ന് ഞാൻ എന്റെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. അപ്പൊ നമ്മളൊക്കെ ഷാന്റെ ഫിഷ് വാങ്ങുന്നുണ്ട്. വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ഫിഷ്? മത്തി. ഓക്കെ, ഫ്രഷ് ടോമിന്റെ അല്ലെങ്കിൽ ഷാനിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ലേണിംഗ് എന്താണ് ഈ ഡ്യൂറിങ് കോവിഡ് ടൈംസ്? കോവിഡ് ടൈമിൽ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒന്ന്, നമുക്ക് ഈ ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ, അത് നമ്മൾ ട്രൂ ക്യാരക്ടർ ഓഫ് എ കമ്പനി comes live only when you're faced with the crisis. ഇപ്പൊ കോവിഡ് തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 30% ആൾക്കാർ ഓടിപ്പോയി, പ്രത്യേകിച്ച് ലേബർ, റൈറ്റ്? അപ്പൊ എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം നമുക്ക് തുടക്കത്തിൽ വളരെയധികം റൂമേഴ്സ് ആയിരുന്നില്ല, കോവിഡ് വന്നു കഴിഞ്ഞാൽ അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ കാര്യക്കാർ നമ്മളൊരു മോസ്റ്റ്ലി നമ്മളൊരു മാനേജറിയൽ പർപ്പസിൽ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ ഒരു ഡെലിവറി പോയിന്റ് കാര്യത്തിൽ ആലോചിക്കുകയാണെങ്കിൽ അവർ അത്രയധികം റിസ്ക് എടുക്കുന്ന ഒരു ഫീൽഡിനാണ്. അപ്പൊ അവരെ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. നമ്മളത് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ നേരിട്ട് ഇറങ്ങി. പിന്നെ ഒന്ന്, നമ്മൾ എല്ലാ ആൾക്കാരും ലേ ഓഫും ബാക്കിയെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്കൊരു ഹീറോ ബോണസ് കൊടുത്തു. കാരണം അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അക്നോളജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി എടുത്തപ്പോൾ പിന്നെ അതൊരു സ്മൂത്ത് ആയിട്ട് ഒരു ഫ്ലോ ആയി നടന്നു. ഓക്കെ, നൈസ്. സോ one thing you did differently during COVID, did it work well? That did not work well, അല്ലേ? Did it work well? I mean, എന്താണ് നിങ്ങൾ ഡിഫറെന്റ് ആയി ചെയ്തത്? Did that work well? ഞങ്ങളൊരു കോൺടാക്ട്ലെസ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു. അതായത് ഏറ്റവും വലിയൊരു ഇഷ്യൂ, നമുക്ക് ഈ പ്രൊഡക്റ്റിന് ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും ഫുഡിലൂടെ പകരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ആക്ച്വലി ഒരു റൂമർ ആയിരുന്നു അത്, കാരണം കോവിഡ് ഇസ് നോട്ട് എ ഫുഡ് ബോൺ വൈറസ്, റൈറ്റ്? പക്ഷെ ആ ആൾക്കാർക്ക് ആ ഫിയർ പോകാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺടാക്ട്ലെസ് ഡെലിവറി ചെയ്തു. ആക്ച്വലി ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ചെയ്ത സമയത്ത് ഞങ്ങളായിരുന്നു ഏറ്റവും ആദ്യം ചെയ്തത്. അതായത് ഡോറിന്റെ പുറത്ത് സാധനം വെച്ച് ബെല്ലടിച്ച് ഒരു 6 മീറ്റർ ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയും ബാക്കി എല്ലാ പ്രോസസ്സും കൊണ്ടുവന്നു. അത് ആക്ച്വലി വാസ് വെരി വെരി സക്സസ്ഫുൾ. പിന്നെ നന്നായി മാർക്കറ്റും ചെയ്തു. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ഓർഡർ വോള്യൂംസ് ഭയങ്കരമായിട്ട് സ്പൈറൽ ചെയ്തു. അത് കാരണം. ഓക്കെ, ഈ ഷാൻ എന്താണ് ഈ മീനിൽ ഇപ്പം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പം ഈ മീന് കേടുവരാൻ സൂക്ഷിക്കുക എന്നുള്ളത് അത്ര എന്താ പറയാ എളുപ്പമുള്ള പണിയല്ലോ. ഈ എന്താണ് ഷാൻ ഇതിൽ ചേർക്കുന്നത് ഇത് പ്രിസർവ് ചെയ്യാൻ? സ്നേഹം മാത്രമേ ചേർക്കുന്നുള്ളൂ. സി, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, സ്നേഹം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഫ്രഷ് ടോമിന്ന് ഫസ്റ്റ് വാങ്ങിയ സാധനം ആ സ്മോൾ സാർഡിൻ ആണ്. നമ്മുടെ നാട്ടിൽ കുഞ്ഞമ്മത്തി എന്ന് പറയും. അവിടുന്ന് മുതലാണ് എൻ്റെ സ്നേഹം ശരിക്കും ഫ്രഷ് ടോമിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് റിമൈൻഡഡ് ദാറ്റ്. എനിവേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇപ്പം മീന് ഈ പ്രിസർവേറ്റീവ് ഫ്രീ അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഞാനൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്താണ് ഈ കെമിക്കൽ അല്ലാത്തതും? ഇപ്പൊ പ്രശ്നം കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലായി ദ ടേസ്റ്റ് ഈസ് ആക്ച്വലി എ ബിറ്റ് ഡിഫറെന്റ്, ഐ മീൻ പേഴ്സണലി സ്പീക്കിംഗ്. പക്ഷെ എന്നാലും നമുക്ക് ഇതിപ്പം എന്താ പറയാ, കുറച്ചൊരു കെമിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ലൈഫ് അതിന് കിട്ടും ചിലപ്പോൾ, അല്ലേ? അപ്പൊ ഷാൻ എപ്പോഴും തോന്നി, നേരത്തെ ഷാൻ തന്നെ സൂചിപ്പിച്ചു ഒരു ഇതില് സ്പീച്ചില്, അതായത് അത്ര അൺഹെൽത്തി അല്ലാത്ത കെമിക്കൽസ് ഉണ്ട്. അപ്പൊ കെമിക്കൽസ് എപ്പോഴെങ്കിലും ഒന്ന് ചേർക്കുകയാണെങ്കിൽ, അങ്ങനെ ഐ മീൻ അങ്ങനെ ചേർത്താൽ ആരറിയാനാണ്, അല്ലെ? അതായത് ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു കെമിക്കൽ ചേർത്തിട്ട് ഒരു കുറച്ച് വില കൂടിയൊരു മീനാണെങ്കിൽ ഒരു കെമിക്കൽ ചേർത്തിട്ട് അത് വിൽക്കുക എന്നുള്ളത്, അത് എന്തുകൊണ്ട് ഷാൻ ചെയ്യുന്നില്ല? അത് ആരറിയാന്നുള്ളത് ശരിയല്ലോ. അതൊരു ഒരാൾ എന്തായാലും അറിയുന്നുണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് ഒന്നെങ്കിൽ ആ ഒരാളെ പേടിക്കണം, ദൈവത്തെ പേടിക്കണം, അല്ലെങ്കിൽ അത് പേടിക്കാതെ ചെയ്യണം. അത് കുറച്ച് ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു എത്തിക്സും ഉണ്ട്. അതേസമയത്ത് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചിലവര് അവരുടെ
പല വേരിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. പക്ഷെ എല്ലാവരുടെയും ഒരു കോമൺ മോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയുന്നു അത് ചെയ്യണം. അത് നമ്മൾ അത് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലാതെ അത് എന്തായാലും ചെയ്തിരിക്കും. I think I'm done. Thank you, Shan. Over to you, Mujib bhai. ഓക്കെ, വളരെ ഫണ്ണി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഒരുപാട് ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്ത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. കാരണം റാപ്പിഡ് ഫയർ ആണെങ്കിലും കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. ഓക്കെ, ഓഡിയൻസിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ സെഷനിൽ പറഞ്ഞു പിന്നെ ഫ്രഷ് ടു ഹോം ഡെപ്റ്റ് ഫ്രീ ആണ്, ഇൻട്രസ്റ്റ് ഫ്രീ ആണ് ബിസിനസ് ചെയ്യുന്നത്. ഒരു പുതിയ സംരംഭകന് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എപ്പോഴും അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് പോയിന്റ് വരിക എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഫണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, പലിശ അല്ലെങ്കിൽ ലോൺസും കാര്യങ്ങളാണ്. പലിശ ഇല്ലാതെ ഒരു ബിസിനസ് സക്സസ് ആക്കാൻ പോസിബിൾ ആണോ? പ്രത്യേകിച്ചും ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാര്യം ICW നമ്മുടെ BTalk എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്തിക്കൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻട്രസ്റ്റ് ഫ്രീ ബിസിനസ് എന്നുള്ളത്. അത് പോസിബിൾ ആണോ? ആണെങ്കിൽ അത് എങ്ങനെയാണ്? അത് വളരെ പോസിബിൾ ആണ്. ഞാൻ ചെയ്തിട്ടുള്ള കമ്പനികളെല്ലാം ഫ്രഷ് ഹോം ഒരു കാര്യമാണ്. പക്ഷെ ഇതേവരെ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളിലും ഇക്വിറ്റി ഫണ്ടിങ് റൗട്ടിലുള്ള കമ്പനികളാണ്. അതായത് ഇപ്പോൾ support.com അതോ ഇതെല്ലാം ലാർജ് കമ്പനീസ്. അതായത് ഇപ്പോൾ Zynga ഫോർ എക്സാമ്പിൾ വാസ് a $20 billion IPO in the stock market in 2011, right? ഞാൻ കൊണ്ടുവരുന്നത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. ഇറ്റ്സ് എ വേൾഡ് വൈഡ് acknowledged concept. Now, whether you choose to leverage after that time, I don't recommend it. But generally, if ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്, നമ്മളതിൽ പൈസ ഇല്ല, you get a co-founder who has the pockets and say that, hey, നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എൻ്റെ കോൺട്രിബ്യൂഷൻ ടൈമാണ്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മണി ആയിരിക്കും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതിന് ഇത്രയും നമുക്കൊരു റേഷ്യോ കൊണ്ടുവരാം. എന്നിട്ട് അപ്പൊ നമ്മളൊരു വെഞ്ചർ ഡയല്യൂട്ട് ആയി പോവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഇൻസർമൗണ്ടബിൾ പ്രോബ്ലം അല്ല. You have co-founders who can bring in capital, right? They may not have your domain expertise and you can value your time. അപ്പം പല അറേഞ്ച്മെന്റ്സും പോസിബിൾ ആണ്. പിന്നെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ബൂട്ട് സ്ട്രാപ്പ് ലെവൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഫണ്ടിങ് ഇസ് എ ഈസി പ്രോസസ്. അത് നമ്മളുടെ പ്രോഡക്റ്റ് ഒരു മാർക്കറ്റ് ഫിറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരു കുറച്ച് മൊമെന്റം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ലോകത്ത് തന്നെ പല നമ്മളൊരു ഡെറ്റ് ഫണ്ടിങ് നോക്കുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈഡിൽ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഡെറ്റ് ഫണ്ടിങ് ടിപ്പിക്കലി, ഞാൻ പറയും നമ്മളിപ്പോഴത്തെ ഇന്ത്യൻ ബാങ്ക്സിന്റെ കാര്യമില്ല പറയുന്നത്, ഞാനൊരു വേൾഡ് വൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെട്രിക് ഒരു ബോണ്ടോ അല്ലെങ്കിൽ എടുക്കുകയാണെങ്കിൽ അതിന് ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 to 1% അല്ലെങ്കിൽ 2% maximum per annum, right? But at the same time, if you look at a private equity firm or if you look at sort of an equity funded route, I mean, there is always risk, but typically either return rates are in the sort of double digit or upper single digit number return rates. Upon even for an investor, it's actually much better to go into a high risk, high reward, provided he allocates his risk properly. അതായത് ഒരു ഇത്രയും പോർട്ട്ഫോളിയോന്റെ ഇത്ര ശതമാനം ഹൈ റിസ്കിൽ, ഇത്ര ശതമാനം ലോ റിസ്ക്, ഇത്ര ശതമാനം മീഡിയം റിസ്ക്. അപ്പൊ ഈ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് for a large fund means that they will invest in startups, right? That is really what their mandate is, because avarku oru 4% 5% return of capital alla avaru, they are looking at a very high return of capital which can only be done when you take that kind of a risk. So end abroadly it's easily possible. Okay, adding to that, നമ്മൾ ഒരു ഫണ്ട് റേസിംഗിലൊക്കെ പോകുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് എത്തിക്കൽ കോൺഫ്ലിക്ട്സ് വരില്ലേ? അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? നമുക്ക് ഐ മീൻ where there is a will there is a way. In general എല്ലാ കാര്യത്തിനകത്തും നമുക്കൊരു possible structure ഉണ്ട്. Now there are multiple opinions about how to structure things, but if you look at it, നമുക്കൊരു ഇൻട്രസ്റ്റ് നമ്മളൊരു കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൺവേർട്ടബിൾ നോട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് ആർക്കും അറിയില്ല ഈ കമ്പനിയുടെ വില എത്രയായിരിക്കും, റൈറ്റ്? അപ്പോൾ നമ്മൾ ഇൻവെസ്റ്ററോട് പോയി പറയും ഞങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ കമ്പനിയുടെ വില എത്രയായിരിക്കും, ബട്ട് വിത്തിൻ ദ നെക്സ്റ്റ് 24 months ഞങ്ങൾ ഇതിനെ പ്രൈസ് ചെയ്യും. ആ സമയത്ത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററോ ഒരു ബാങ്കറെ കൊണ്ടുവന്നിട്ട് അവർ നമ്മുടെ വില തീരുമാനിക്കും. ഇപ്പോൾ നമുക്ക് അതിന്റെ വില അറിയില്ല, പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണം നിങ്ങളുടെ കയ്യിൽ. ആ തിരിച്ചു തരുന്നതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് നമ്മൾ വില തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അന്നത്തെ വിലയുടെ ഇത്രയും ശതമാനം ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ these are all structures which are debt free, because it may look like a loan but it gets converted into an equity. അതായത് ആരോ ഒരു ഇൻവെസ്റ്റർ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഇത്രയും ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഈ സെയിം ഇൻസ്ട്രുമെന്റ് തന്നെ ഇൻട്രസ്റ്റ് വെച്ചിട്ടുമുണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതെയുണ്ട്. അപ്പം
when you look at the right alternative, there is always a way to do it without interest. Okay. One more question from my side. ഇപ്പൊ നമ്മളൊരു ഡിഫറെന്റ് ബിലീഫ് സിസ്റ്റം ഉള്ള ആളുകളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മേ ബി നമ്മളെ കോ ഫൗണ്ടറോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, അപ്പോൾ മേ ബി അവർക്കൊരു ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് മേ ബി ഹറാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ വാല്യൂ സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക? അങ്ങനെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരു വാല്യൂ സിസ്റ്റം ഉള്ളൂ, നല്ല കാര്യം ചെയ്യണം എന്നുള്ളത്. അതിപ്പോ നമ്മൾ എല്ലാ ആൾക്കാരോട് പറയുകയാണെങ്കിൽ തന്നെ അത് അവർക്ക് മനസ്സിലാവും. ഇപ്പൊ എന്റെ ഗ്രൂപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ 2 മുസ്ലിങ്ങളുണ്ട്, ഒരു ക്രിസ്ത്യൻ ഉണ്ട്, ഒരു 2 ഹിന്ദുസ് ഉണ്ട്, നമുക്ക് കുറെ മിക്സ് ഓഫ് റിലീജിയൻസ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും 10, 20 കൊല്ലം 25 കൊല്ലമായി ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. ആസ് ലോങ് ആസ് യു ആർ അലൈൻഡ് ഓൺ വാട്ട് യു ആർ ട്രൈങ് ടു ക്രിയേറ്റ് ആൻഡ് വാട്ട് ഈസ് ദി എൻഡ് ഔട്ട്കം, then these are all all man-made challenges. And I would urge you to think that you try to get your co-founders who follow your value system or aligned ആയിട്ടുള്ള, they should have different skills. ഇപ്പോൾ ഒരാളിപ്പം ടെക് ആണെങ്കിൽ വേറൊരാൾ ഒരു ഓപ്പറേഷണലി സാവി ആയിരിക്കണം, വേറെ ആൾ ചിലപ്പം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ they may bring in different skill sets, but you have to be aligned in the same value system on how you're going forward. And that is done, and as long as you don't do anything to breach that trust, it's not a insurmountable task. ഓക്കെ. ഞാനൊരു ഇതിൽ ഒരു സെഷനിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ഹോമിന്റെ മാർക്കറ്റും ടെക്നോളജിയും തമ്മിൽ അലൈൻ ചെയ്തിട്ടില്ല. മാത്യു പറയുന്ന കാര്യമാണ് അത് എന്റെ കോ-ഫൗണ്ടർ. മാത്യു ഇസ് ഫ്രം ദ മാർക്കറ്റ്, ഷാൻ ഇസ് ഫ്രം ദ കോർപ്പറേറ്റ്. ഒരു ഫേവറേറ്റ് കാച്ച് ലൈൻ. Okay, so now we are open to that audience question. Aftab ka audience ne questions unmute ya, any question uണ്ടെങ്കിൽ hand raise ചെയ്യാം, ഈ chat box ൽ type ചെയ്യാം. അബൂബക്കർ. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു ഹാൻഡ് റൈസ് ഉണ്ട്. നിസാർ കപ്പല, അൺമ്യൂട്ട് ചെയ്തോളൂ, ചോദിക്കാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, ചോദിച്ചോളൂ. ഷാൻ സാർ, ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. എന്നെ ഷാൻ എന്ന് വിളിച്ചാൽ മതി, സാർ വിളിക്കണ്ട. ഓക്കെ, സോ ഓവറോൾ ബേസിക്കലി നമ്മൾ കേരളീറ്റാണ്. ഞാൻ ഇപ്പൊ കേരളത്തിലാണുള്ളത്, ബാംഗ്ലൂരിലാണ് ബേസിക്കലി ഉണ്ടാറ്. അപ്പൊ കേരളത്തിൽ നിങ്ങളെ ഈ ഒരു ബിസിനസിന്റെ പിന്നെ സാധ്യതകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയണേ. ഐ മീൻ ഈ സെയിം പ്രോബ്ലം, അത് നല്ല മീന് കിട്ടാത്ത, നല്ല മീറ്റ് കിട്ടാത്ത പ്രോബ്ലം പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ റാമ്പന്റ് ഇഷ്യൂ ആണ്. നമുക്ക് ഇതേപോലത്തെ പോസിബിലിറ്റി തന്നെയാണ്. അതായത് ഇപ്പം കേരളത്തിൽ ഉണ്ടാവുന്ന മീനുകൾ മിക്കവാറും കേരളത്തിൽ തന്നെ കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും കുറച്ച് കാച്ചേ ഉള്ളൂ. അപ്പം വരുന്നത് ഒന്നെങ്കിൽ ഗോവയിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന്, കടലൂരിൽ നിന്നോ ആ സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത്രയും തന്നെ ടൈം ഡിലേയും ഈ പ്രോസസ്സിനകത്ത് തന്നെ ഒന്നെങ്കിൽ അമോണിയോ അല്ലെങ്കിൽ ഫോർമലിനോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസ്ഥാനമുള്ള ഒരു ഇഷ്യൂ ഇപ്പോഴുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് പോൾട്രി, അതിനകത്ത് ആന്റിബയോട്ടിക് റെസിഡ്യൂ ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പൊ ഇതേ സിമിലർ കൺസ്യൂമർ പ്രോബ്ലംസ് ഞാൻ നേരത്തെ പറഞ്ഞ അൺമെറ്റ് നീഡ്സ് കേരളത്തിൽ വളരെയധികം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റെലവെന്റ് ആണ്. കേരളം വളരെ നന്നായി ഗ്രോയും ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളികൾ കുറച്ചുകൂടി നല്ല പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അഡോപ്ഷൻ ഭയങ്കര ഹൈ ആണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ഹാൻഡ് റൈസ് ഉണ്ട്. നെക്സ്റ്റ് അൻവർ ഭായ്, അൺമ്യൂട്ട് ചെയ്തോളൂ. അസ്സലാമു അലൈക്കും. ഷാൻ അൻവറാണ്, VCT. പറയൂ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഫ്രഷ് ടു ഹോമിനെ കുറിച്ചൊരു വീഡിയോ കണ്ടിരുന്നു. ഫ്രഷ് ടു ഹോമിന്റെ ഫ്രഷ് ഹോമിനെ ഒരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? അതിന്റെ നിങ്ങളുടെ മറുപടി ഞാൻ കണ്ടായിരുന്നു വീഡിയോയില്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ടീമായിട്ട് തന്നെ നേരിടുന്നത്? അത് ഭയങ്കര ഡീമോറലൈസിങ് മൊമെന്റ് ആയിരുന്നു. അതായത് നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ബാക്ക് ഫയർ ചെയ്യുന്നത്. ഇറ്റ് കുഡ് ബി കോമ്പറ്റീറ്റേഴ്സ്, ഇറ്റ് കുഡ് ബി സം ജേർണലിസ്റ്റ്. പക്ഷെ ഏതോ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെല്ലാം ചെയ്യുന്ന കണ്ടീഷൻസ് എല്ലാം ഉള്ള അൺഹൈജീനിക് ആണ് എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെയോ സ്റ്റോക്ക് ഫുട്ടേജ് ഒക്കെ ഫോട്ടോഷോപ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ എനിക്ക് ആക്ച്വലി ഞങ്ങൾ അതിന് ഒരു ചെറിയൊരു കൗണ്ടർ വീഡിയോ പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്ന ഫാക്ടറികൾ കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടും പിന്നെ ആൾക്കാരെ നേരിട്ട് ഞങ്ങൾ ഫാക്ടറികൾ വിസിറ്റ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫാംസ് ഭയങ്കര പോപ്പുലർ ആയിപ്പോ കേരളത്തില്.
പ്രത്യേകിച്ച് നമ്മൾ ആലപ്പുഴ ഭാഗത്ത് നമുക്കിപ്പം 42 മുതൽ 45 കർഷകന്മാരെ ഒന്നിപ്പിച്ച് ഞങ്ങൾ ചെയ്യുന്ന ലാർജ് സ്കെയിൽ ഫാമിംഗ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കെല്ലാം നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നന്നായിട്ട് അറിയാം. പിന്നെ ഫാക്ടറികളെല്ലാം നല്ല സ്റ്റേറ്റ് ഓഫ് ദി ആർട്ടാണ്. അതായത് ഒരു 120-130 ചെക്സ്, അതായത് ആന്റിബയോട്ടിക്സ്, മൈക്രോബ്സ് എല്ലാം ചെയ്യുന്ന ലാബും എല്ലാം ഉള്ള ഒരു എൻവയറമെന്റ്. അപ്പൊ മെയിൻലി എനിക്ക് ആക്ച്വലി ഒരു ഭയങ്കര പോസിറ്റീവായി വന്നു വെച്ചാൽ തുടക്കത്തിൽ അതൊരു ഡിമോറലൈസിങ് മൊമെന്റ് ആയിരുന്നു. പിന്നെ ഞാനതൊന്ന് ജനങ്ങളോട് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ അത് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആയി മാറി. അതായത് ഇപ്പൊ നിങ്ങൾ ആ ലിങ്കിൽ തന്നെ പോയി നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം അവർ തെറി പറഞ്ഞിട്ടുള്ള ടൈപ്പ് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ ഇറ്റ് റീഇൻഫോഴ്സ് മൈ ബിലീഫ് ഇൻ ബോത്ത് ഹ്യൂമാനിറ്റി ആസ് വെൽ ആസ് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിന് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. പക്ഷെ ആ സെറ്റ് ബാക്ക് വാസ് ഡിമോറലൈസിങ് അറ്റ് ദ ടൈം ദാറ്റ് ഇറ്റ് ഹാപ്പൻ. നമുക്ക് ഷാൻ എന്ന പേരിൽ ഒരാളുണ്ട്. ഷാൻ, അൺമ്യൂട്ട് ചെയ്തോളൂ. എന്റെ അപരനാണോ? Assalamu alaikum. എൻ്റെ പേര് ഷാനവാസ്. Okay, the same name as yours. ഒരു question, just to understand the upstream side of your value chain. What I understood is you are dealing with a highly unorganized, according to me, because I'm not having much of an idea about the upstream side of your value chain. It seems to be unorganized as we go to the market and see how much technology you could adopt at the upstream side of the value chain. For example, is there any e-auctions or any kind of technology which you could adopt? Yeah, we are actually doing quite radical use of technology. Our company started it started on a patent. We have a US patent called as the Virtual Commodities Exchange. ഈ കാര്യത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് ആ പ്രൈം മിനിസ്റ്ററിന്റെ അവാർഡ് റെക്കഗ്നേഷൻ കിട്ടിയത്. അപ്പൊ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റിലൊക്കെ നമ്മൾ രാവിലെ പോവുകയാണെങ്കിൽ എല്ലാ കടപ്പുറങ്ങളും 4 മുതൽ 7 വരെ നമ്മൾ തരകന്മാർ എന്ന് വിളിക്കുന്ന ആൾക്കാരില്ലേ, അവര് ഓപ്ഷൻസ് നടത്തും, ഫിസിക്കൽ ഓപ്ഷൻസ്. അപ്പൊ ഈ ഫിസിക്കൽ ഓപ്ഷൻസിന് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഫിസിക്കൽ ഓപ്ഷൻസിൽ വരുന്ന ആൾക്കാരെല്ലാം മിഡിൽ മാൻ ആണ്, വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ. അപ്പൊ നല്ല കൂടുതൽ മീൻ അവൈലബിലിറ്റി ഉള്ള സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഡിസ്ട്രസ് സെയിൽ ഉണ്ടാവും. കാരണം ഈ മിഡിൽ മാനിൽ എത്രയും ഒരു കപ്പാസിറ്റി ഉണ്ടാവും, ഒരു പ്രൈസ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, അത് മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പെട്ടെന്ന് പ്രൈസ് ക്രാഷ് ചെയ്യും. പക്ഷെ അതേ സമയത്ത് ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് ഇപ്പം പൊന്നാനിയിൽ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ബേപ്പൂരോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പെട്ടെന്ന് അതേ പ്രൊഡക്റ്റിന് തന്നെ ഒരു കുറച്ച് ഹൈ പ്രൈസ് ആയിരിക്കും. കാരണം അവിടെ ക്യാച്ച് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ഈ സീസണാലിറ്റിയും ഫിനോമിന കാരണമാണ് നമുക്ക് മിഡിൽ മാൻ ഉള്ളത്. കാരണം അത്രയധികം ഫ്രാഗ്മെന്റേഷൻ ഉണ്ട് ഈ കടപ്പുറങ്ങൾ. എല്ലാ 20 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു കടപ്പുറം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരിട്ട് ആൾക്കാരെ കൊടുക്കലാണ് സാധാരണഗതിയിൽ ഈ എക്സ്പോർട്ടേഴ്സ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ മാത്യുവിന്റെ ഒറിജിനൽ ബിസിനസിനകത്ത് ഒരു 6 കടപ്പുറങ്ങളിൽ 7 കടപ്പുറങ്ങളിൽ മാത്യു ആൾക്കാരെ നിർത്തി കവർ ചെയ്ത് ചെയ്തിരുന്നു. പക്ഷെ ഇതൊരു സ്കെയിലബിൾ വാല്യൂ അല്ല. കാരണം ഒരു 6 കടപ്പുറങ്ങൾ കൊണ്ട് നമുക്ക് മാക്സിമം ഇത്ര റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് കിട്ടും. പിന്നെ ചില സമയത്ത് കൂടുതൽ മീൻ കിട്ടും, കുറേ മീൻ കിട്ടും, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻസ് പ്ലാറ്റ്ഫോമിന്റെ പേറ്റന്റ് വെച്ചിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതൊരു വെർച്വൽ ഓപ്ഷൻസ് പ്ലാറ്റ്ഫോമാണ്. അതായത് പിക്ചേഴ്സ് വെച്ചിട്ട് ആൾക്കാർക്ക് നമ്മളെ ട്രേഡ് ചെയ്യാം. കാരണം മിക്കവാറും ഈ തരകന്മാർക്ക് പ്രത്യേകിച്ച് അത്രയും പെർട്ടിക്കുലർലി ഇംഗ്ലീഷ് ലിറ്ററസി ഭയങ്കര കുറവായി. അപ്പോൾ ആ പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഓപ്ഷൻ നടക്കുമ്പോൾ ആ ഓപ്ഷൻ ഇയറിന്റെ പ്രൈസ് നമുക്ക് കിട്ടും. നമുക്കൊരു 10,000 അങ്ങനത്തെ പ്രൈസസ് കിട്ടും. അത് വെച്ച് നമുക്ക് മിഡിൽ മാനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ലോക്കൽ ഫാമർ അല്ലെങ്കിൽ ഫിഷർമാൻ നമുക്കൊരു 20% പോലെ ഒരു പ്രൈസ് അപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ജോഗ്രഫിക്കലി കുറെ സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജസ് പ്രൈസ് കിട്ടും. ആ അഡ്വാൻറ്റേജ് നമ്മൾ കൺസ്യൂമറിന് പാസ് ചെയ്യും. So technology is heavily leveraged in Freshtoon. That's one of our key differentiators, whether it's in auctioning, in e-auctioning, or it's in maintaining temperature. കാരണം ഇത്രയും കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞൊരു വലിയ സംഭവമല്ലേ. കാരണം നമ്മൾ ഒരു കടപ്പുറത്തും തുടങ്ങി നമ്മൾ കസ്റ്റമർ എത്തുന്നവരെ 0 to 4 വരെ എത്തിക്കണം. അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ Freshtoon കൺസ്യൂമേഴ്സ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ SMS കിട്ടുമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ദേഷ്യം പിടിപ്പിക്കുന്ന SMS, അതായത് 3 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു പക്ഷെ 2 കിട്ടിയുള്ളൂ, 1 വന്നില്ല എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കോമൺ ആയിരിക്കും. പിന്നെ അതേ സമയത്ത് തന്നെ ഈക്വലി ചില സമയത്ത് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ഇത് മാനേജ് ചെയ്യുന്നത് ഒരു വലിയ ഹെവി പ്രോസസ്സാണ്. അപ്പൊ ഇത് ഷോർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ബട്ട് we've used a lot of technology. അതായത് എല്ലാ സെൻസേഴ്സ് ഉണ്ട് വാൻസിനകത്ത്, പിന്നെ ക്ലൗഡ് ബേസ്ഡ് ടെക്നോളജി ഉണ്ട്, പിന്നെ ഫാമിങ്ങിനകത്ത് we use a lot of technology. We use intense aquaculture, aquaponics യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഒരു ഫാമറിന് ഒരു 6 മുതൽ 7 ടൺ പെർ ഏക്കർ ആണ് ടിപ്പിക്കൽ പ്രൊഡക്ടിവിറ്റി ഒരു കാർപ്പ് ഫാം ചെയ്യുകയാണെങ്കിൽ.
നമുക്ക് അതിനെ 14 to 15 ടൺസ് പെർ ഏക്കർ വരെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അത് ബെറ്റർ ക്വാളിറ്റി സീഡ്, ബെറ്റർ ക്വാളിറ്റി ന്യൂട്രീഷൻ, പിന്നെ അതിന് കുറച്ച് ടെക്നോളജിയും നമുക്ക് അതിനുള്ള R&D ടീമും. സോ വി യൂസ് എ ലോട്ട് ഓഫ് ടെക്നോളജി അപ്സ്ട്രീം ഓൾ അക്രോസ് ദ സപ്ലൈ ചെയിൻ. Okay. Farooq bhai. മിസ്റ്റർ ഷാൻ, നമ്മളിപ്പോ കോവിഡ് ആയതിനു ശേഷമാണ് ഈ ഫ്രഷ് ടു ഹോം സാധനം വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോ ഒറ്റൊരു പ്രാവശ്യം മാത്രം നമുക്ക് ഒരു സാധനം വന്നപ്പോ കുറച്ചൊരു അതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി കുറച്ച് മോശമായിരുന്നു. നമ്മൾ വിളിച്ച് പറഞ്ഞപ്പം തന്നെ അവര് പെട്ടെന്ന് മാറ്റി തന്നു. അപ്പൊ നിങ്ങൾ ഇത്ര സാധനങ്ങൾ തിരിച്ചെടുത്തിട്ട് അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ആ സംഭവമൊക്കെ ഈ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് ഉള്ള സാധനങ്ങൾ തിരിച്ചെടുക്കുന്നില്ല, അത് ഡിസ്ട്രോയ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് റീഫണ്ട് ആണ്. അതായത് നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങളെ വാക്ക് വിശ്വസിക്കും. അതായത് ഈവൻ ഇഫ് യു കുക്ക് ഇറ്റ് യു വിൽ സ്റ്റിൽ ഗിവ് യുവർ റീഫണ്ട്. അത് നമ്മൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ബിസിനസ്. ഇപ്പൊ നമ്മൾ ഈ ഓർഗാനിക് വെജിറ്റബിൾ ചെയ്യുന്നത് പോലെയാണ്. അതായത് നമ്മളിപ്പം പുറത്ത് കാണുന്ന അത്രയും പെർഫെക്റ്റ് ലുക്കിംഗ് വെജിറ്റബിൾസ് ആയിരിക്കില്ല അത്. അതേപോലെ തന്നെ നമ്മളെ ഈ ഷെൽഫ് ലൈഫ് ഇത്രയും ഷോർട്ട് ആയത് നമ്മൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പെരിഷബിലിറ്റി ഭയങ്കര ഹൈ ആണ്. പക്ഷെ അതിന് ട്രേഡ് ഓഫ് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വെച്ചാൽ നോർമൽ പാർട്ട് ഓഫ് ദ ബിസിനസ്. വി ട്രൈ ആസ് ഫാർ ആസ് പോസിബിൾ ടു റെസ്ട്രിക്ട് ഇറ്റ്. ആൻഡ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസസ് നമ്മൾ ഒന്നെങ്കിൽ ഫ്രഷ് ആണ് അല്ലെങ്കിൽ അത് ഫ്രീ ആണ്. അതായത് നമ്മൾ അതിനെ ചാർജ് ചെയ്യും. Okay. Muniz. Yes. Good evening, Shan. This is Muniz here from Cochin. I just want to ask you a couple of questions. One is, are you just delivering to your customers directly, or are you looking at other hyperlocal channels or on-demand platforms to sell fresh to home? About 99% of our volume is through our own channels, but we do have about 1% of our volume that goes through hyperlocal channels. But in many of these channels, we deliver our own and use this only as a lead gen perspective, unless it's an express delivery. കാരണം നമ്മൾ 30 minutes ഡെലിവറിക്കകത്ത് വി യൂസ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. ബട്ട് നമ്മൾ മെയിൻ ലാർജ് സ്കെഡ്യൂൾ ഡെലിവറിക്ക് ഒരിക്കലും യൂസ് ചെയ്യില്ല. കാരണം അതിന്റെ കോൾഡ് ചെയിൻ മെയിൻ്റനൻസ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് തേർഡ് പാർട്ടീസിന്. ഓക്കെ, മുനീസിന് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം. ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഞാൻ വേറെ ആളുകൾ കൂടെ ഒന്ന് ഇത് കൊടുക്കാനാണ്. അബൂബക്കർ കിലോത്ത് അൺമ്യൂട്ട് ചെയ്തോളൂ. Yeah, yes, Mr. Shan. I was in UAE for some time, now in India. നമുക്കൊരു നല്ലൊരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഫോർ ഇന്ത്യൻ മാർക്കറ്റ്സ് വെരി ഗുഡ്. ബട്ട് നമുക്കൊരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ കിട്ടാണ്. ഹൗ വി ക്യാൻ കൺവിൻസ് ദം, ഹൗ വി ക്യാൻ വിൻ ദെയർ കോൺഫിഡൻസ് ആൻഡ് മേക്ക് ദം ഇൻ ടു ഇറ്റ്. ഞാൻ പറഞ്ഞ ഒരു ടോക്കിന്റെ ഒരു സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഐഡിയ സ്റ്റേജിൽ ട്രൈങ് ടു ഗെറ്റ് എൻ ഇൻവെസ്റ്റർ ഇസ് എ വെരി ഡിഫിക്കൽട്ട് തിങ്, റൈറ്റ്? പ്രത്യേകിച്ച് ഒരു ഏർലി സ്റ്റേജ് വെഞ്ചറിനകത്ത്. സോ ഇറ്റ് ഹാസ് ടു ബി എ കോമ്പിനേഷൻ ദാറ്റ് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ടു മാർക്കറ്റ്. Before taking it to market, taking an idea to an investor is a very hard proposition. So my advice is, first try and do it, even if it's a small scale. ഒരു ചെറിയ സ്കെയിലാണെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഐഡിയനെ നമ്മളൊന്ന് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം then if you look at an investor, then you will find that there are a lot of investors interested. കാരണം ideas, although they are very fantastic dreams of all of us, are ideas at the end of the day, right? എക്സിക്യൂഷൻ സ്കിൽസിൽ നമ്മൾ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വരിക. അപ്പൊ ഒന്ന് തുടങ്ങി വെച്ച് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് ഇപ്പൊ കൺസ്യൂമർ ഐഡിയ ആണെങ്കിൽ ഒരു 10, 50, 100 പേരെങ്കിലും വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു B2B ഐഡിയ ആണെങ്കിൽ ഒരു 1-2 കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു സ്റ്റേജിൽ എത്തിയിട്ട് പിന്നെ ഫണ്ടിങ് റേസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് ടേക്കേഴ്സ്. ഓക്കെ, മുനീസ് ഇനി ചോദ്യം ഉണ്ടാവും, ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി ഇറ്റ്സ് ഫ്രം ദ ലേഡി സൈഡ്. എന്തുകൊണ്ട് എഗ്സ് നിങ്ങൾ സെല് ചെയ്യുന്നില്ല ഫ്രഷ് ടോമിൽ എന്നുള്ളത്? എഗ്സ് വലിയൊരു പ്രശ്നമാണ്. ഞങ്ങളിപ്പോ ഇത്രയും കാലം സെല് ചെയ്യാതിരിക്കാൻ കാരണം നമുക്ക് അതിന്റെ സപ്ലൈ ചെയിനിൽ അത് പൊട്ടുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതേവരെ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് നമ്മളിപ്പോ ഒരു FTH ഡെയിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. So now we have the capability to deliver eggs. So we are planning, hopefully God willing, in the next potentially 30 days.
ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, does quality and chemical free fish mean a high price? It doesn't necessarily mean a high price, but there is a difference in the kind of fish. ഇപ്പൊ നമ്മൾ മത്തിനെ എടുക്കുകയാണെങ്കിൽ പല സ്ഥലത്തു നിന്ന് മത്തി വരും. അതായത് ഇപ്പം കടലൂർ കടപ്പുറത്ത് നിന്ന് വരുന്ന മത്തിയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം രത്നഗിരി സൈഡിൽ നിന്ന് വരുന്ന മത്തിയുണ്ട്, പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞമത്തിയുണ്ട്. അപ്പം ഡിഫറെന്റ് പ്രോഡക്ട്സ് മൈറ്റ് ലുക്ക് ദ സെയിം, ബട്ട് ഇറ്റ് മേ ബി എ ഡിഫറെന്റ് പ്രോഡക്റ്റ്. സിമിലർ പ്രോഡക്ട്സിന് സെയിം പ്രൈസ് ആയിരിക്കും ആസ് ദ വെറ്റ് മാർക്കറ്റ്. പിന്നെ രണ്ടാമത്തത്, ഒരു ചില സമയത്ത് നമ്മുടെ മീനിന്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ 1 കിലോ മീൻ വാങ്ങിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു സ്റ്റീക്സ് ആക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 600 grams കിട്ടും. അതായത് 400 grams will go in the wastage. But as a consumer, you feel like you're paying for only 1 kilo. But if you're in any e-commerce player like us, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കതൊരു 1 kilo സ്റ്റീക്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ we have to take 1.5 kilos or 1.8 kilos of fish to get to that ratio. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടാവും. But you're getting more fish for the same price. But in general, similar products in a similar price. മുനീസ് ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. So Shan, hi again. So I have a question. What is your advice to someone who is starting the grocery and either in an on-demand or a micro-delivery platform in smaller cities like Kozhikode or Cochin? I know there are so much competition, but in spite of which, so it depends upon why you're doing it, right? Is there something that you're giving as a differentiated advantage, or is only delivery and convenience your advantage? If it's only delivery and convenience in Kerala, it is still a valid proposition. കാരണം ഇപ്പോഴും കോമ്പറ്റീഷൻ ഒന്നും പ്രത്യേകിച്ച് കോഴിക്കോട് വലിയ രീതിയിലൊന്നും വന്നിട്ടില്ല. ബിഗ് ബാസ്ക്കറ്റ് അത്ര വലിയ സക്സസ്ഫുൾ അല്ല കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ I think it is a very viable proposition to do something in particularly the smaller towns, but then don't do it as expecting a very large output. Do it through WhatsApp, do it in a limited fashion. But more than that, I would urge you to find some unique advantage. എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാത്രമുള്ള എന്തെങ്കിലും ഒരു USP, if you can identify it, whether it's a product that you're giving or if you're giving some other area, then it might be helpful. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ I would then look at what works well in a bigger market and see if you can bring those practices to the smaller market. ഞാൻ example പറയാം. Furniture rental, right, is a very, very upcoming booming thing in all the metros, like there are Folengo and bunch of others. But maybe there are some ideas to take those kind of ideas and bring to the market. I'm just saying, think about something that has worked in a bigger market and then trying to bring that to a city in Kerala. Going in with a no differentiation is typically not a good plan. Okay. നമുക്ക് നിലമ്പൂർ എന്നൊരു ചോദ്യമുണ്ട്. What can we do to grow goat or sheep in an organic way? How's the market? Actually, ഈ goat and sheep പണ്ട് കാലത്ത് നമുക്ക് പണ്ടൊരു ആട് മാഞ്ചി എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയൊരു സംബോധന ഉണ്ടായിരുന്നു. അത് കുറച്ച് ഫ്രോഡായിരുന്നു. പക്ഷേ ഇറ്റ് ഈസ് ആക്ച്വലി വെരി വെരി വയബിൾ. ബാംഗ്ലൂരിന്റെ സൈഡിൽ, പ്രത്യേകിച്ച് നമ്മൾ ഹൈദരാബാദിന്റെയും കർണാടകയുടെയും തമിഴ്നാട്ടിലുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ goat farms ഉണ്ട്. we are taking a lot of produce from them as well. I did hear from some people earlier in Wayanad area that they were trying to do it. It's actually a very lucrative thing. കാരണം ഇപ്പം ഗോട്ടിന്റെ മട്ടന്റെ പ്രൈസിന്റെ ഭയങ്കര ഹൈ അല്ലേ. അപ്പൊ അത്രയും നല്ല സിറ്റുവേഷനകത്ത് അതൊരു വയബിൾ പ്രൊപ്പോസിഷൻ ആണ്. ബട്ട് അതൊരു സ്കെയില് വേണം, ഒരു പ്ലാൻ വേണം, പിന്നെ ഒരു പണ്ട് ആരെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളായിട്ടൊന്ന് നിങ്ങളെ കൂടെ കൊണ്ടുപോകണം. കാരണം ഗോട്ട് ഫാമിംഗ് ഇസ് നോട്ട് ആസ് ഈസി ആസ് വി തിങ്ക് ഇറ്റ് ഇസ്. കാരണം അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഒരു സയന്റിഫിക് ബ്രീഡിംഗ് പ്രോഗ്രാം, പിന്നെ ന്യൂട്രീഷൻ, അത് നമ്മളെ സാധാരണ ഇലയും പുല്ലും തിന്നുമ്പോണ്ടാവുന്ന വളർച്ചയും ഒരു കുറച്ചും കൂടി ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനം കൊടുക്കുന്നുള്ള വളർച്ചയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സോ ഇഫ് യു ഗോ വിത്ത് യുവർ ഐസ് ഓപ്പൺ, ഇറ്റ്സ് എ വെരി ഗുഡ് ബിസിനസ് ടു ഗെറ്റ് ഇൻ ടു. ഇൻട്രസ്റ്റിംഗ്ലി ഇനഫ്, നമ്മളുടെ മിക്കവാറും ഗോട്ടും മട്ടണും വരുന്നത് ബൈ ഫ്ലൈറ്റ് ഫ്രം അജ്മീർ ആണ്, ആക്ച്വലി ഫ്രം രാജസ്ഥാൻ. അപ്പൊ അത്രയും പൈസയും കൊടുത്ത് ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിട്ടും നമുക്ക് അതിന് വയബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ലോക്കൽ പ്രൊഡക്ഷൻ, വി ഓൾസോ ടേക്ക് ലോക്കൽ പ്രൊഡക്ഷൻ ഹാസ് ടു ബി ഈക്വലി വയബിൾ. ഐ തിങ്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വിക്ക് ടൈം ചെക്ക്. അതെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതായാലും ലേഡീസിന്റെ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ അതൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. സജിനത്ത പറഞ്ഞോളൂ.
പൊതുവെ ഹൗസ് വൈഫ്സിനാണെങ്കിൽ ലേഡീസിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഒരു കോമൺ ക്ലീഷേ, നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പം അതിന്റെ ലിവർ നമ്മൾ അധികം വേസ്റ്റിലിടും, നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പം ഫ്രഷ് ടു ഹോം വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ഈ ലിവർ സെയിലിന് വെച്ച കാണുമ്പോൾ ശരിക്കും വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഉള്ളിൽ ഇത് ശരിക്കും സേഫ് ആണോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി 100% സേഫ് ആണ്. എന്റെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ലിവർ അത് വരട്ടി. ഇവിടെയും ഇഷ്ടമാണ്, പക്ഷെ അത് സേഫ് ആണോ അല്ലയോ, അപ്പം ഞാൻ ആ ഉപയോഗിക്കുന്ന മെസ്സേജ് സാധനം തന്നെയാണ്. അത് സേഫ് ആണ്, ടെസ്റ്റഡ് ആണ്, സർട്ടിഫൈഡ് ആണ്. നമ്മള് മെയിൻ ചിക്കനകത്ത് നമ്മളത് ഉപയോഗിക്കാറില്ല. കാരണം മിക്കവാറും ആൾക്കാർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലിവർ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ലിവറും നെക്കും വിങ് ടിപ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട്, പക്ഷെ അത് നമ്മൾ സെപ്പറേറ്റ് SKU ആയിട്ട് വിൽക്കും. പിന്നെ നമ്മളത് പ്രോസസിങ്ങിനകത്ത് ഉപയോഗിക്കും. കുറെ നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആക്ച്വലി ലിവർ സെപ്പറേറ്റ്ലി നല്ല ഹൈ സെയിൽസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ലൈനാണ്. ഓക്കെ ഷാൻ, ഒരു 5 minutes കൂടെ തരാമോ? ഒരു നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ഹാൻഡ് റൈസ് ഉണ്ട് അമൽ. I'm actually in Dubai where it's only 8 o'clock. ഓഹ് ഓക്കെ. അബ്ദുറഹ്മാൻ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹായ്, എൻ്റെ ഒരു കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം, പറഞ്ഞോളൂ. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഫ്രഷ് ടു ഹോമിൽ ഒരുപാട് പ്രാവശ്യം ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു ഇത് ഞാൻ കണ്ടെത്തിച്ചാൽ, ഈ ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്സ് ഉണ്ടല്ലോ, അവർ വളരെ എന്താ പറയാ, എത്ര ദൂരെയാണെങ്കിലും ഇനി വഴി മാറിപ്പോയതാണെങ്കിലും വളരെ കാമായിട്ട് സംസാരിച്ചിട്ട് അവർ നമ്മളെ പ്ലേസിൽ തന്നെ കൊണ്ടുവരും. അപ്പൊ അവർക്ക് ആ മോട്ടിവേഷൻ കിട്ടാൻ എന്താണ് നിങ്ങളെ സൈഡിൽ നിന്നുള്ളത്? നമ്മൾ അവരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചെയ്തപ്പോൾ അവരെ എംപ്ലോയീസ് ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരു സെപ്പറേറ്റ് ഓൺടർപ്രീനേഴ്സ് ആയിട്ട് നമ്മൾ അവരെ സ്പിൻ ഓഫ് ചെയ്തു. അതായത് തുടക്കത്തിൽ നമുക്ക് ഒരു 100-200 ആൾക്കാരെ എടുത്തു എംപ്ലോയീസ് ആയിട്ട്. പിന്നെ what happened was that we used them to give out essentially the ഒരു ഏജൻസി ആയിട്ട് സ്പിൻ ഓഫ് ചെയ്തിട്ട് സ്വന്തം ഒരു ഓൺടർപ്രീനർ ആയിട്ട് സ്പിൻ ഓഫ് ചെയ്തു. അപ്പൊ അവരുടെ മോട്ടിവേഷനും ഇൻട്രസ്റ്റ് ലെവൽസും ഭയങ്കര ഹൈ ആണ്. പിന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ അവരെ ഒരു ഫാമിലിയെ പോലെ തന്നെ കൊണ്ടു നടക്കുന്നു. ഞാൻ പറഞ്ഞ കോവിഡ് സമയത്ത് നമ്മളൊരു ഹീറോ ബോണസ് കൊടുത്ത കാര്യം പറഞ്ഞില്ലേ, അതേപോലെയുള്ള കാര്യങ്ങൾ അവര് നമ്മൾ ചെയ്യുന്നുണ്ട്. So it's like part of the family and it's now big, right? നമ്മളിപ്പോ ഒരു directly and indirectly നമ്മൾ ഒരു 70,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ it's become a big venture over a period of time. പക്ഷെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു റാപ്പ് അപ്പ് ചെയ്യാനായി. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഷാൻ, യു സ്റ്റിൽ ദേർ? I'm still here. One second. I'm here. Yeah. Yep. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് റാപ്പ് അപ്പ് ചെയ്യാം. ഷാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ക്രെഡിറ്റ് സിസ്റ്റം ഇല്ലേ, പിന്നെ ആൾക്കാരോട് ഇപ്പം എന്താ പറയുക, മീൻ ചീത്തയാണ് അല്ലെങ്കിൽ പോരാ എന്ന് പറഞ്ഞാൽ നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, അത് നിങ്ങൾ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റോറിൽ കൊടുക്കും എന്നുള്ളത്. അതിൻ്റെ ഒരു വാട്ട് ഈസ് ഐ മീൻ അതിൻ്റെ ഒരു ബിസിനസ് ടെക്നിക്ക് എന്താണ്? ഐ മീൻ ഇപ്പം നേരത്തെ ഷാൻ പറഞ്ഞല്ലോ ഒരു ഡെപ്റ്റ് ഫ്രീ ഒരു ടെക്നിക്സ് പറഞ്ഞല്ലോ, അതിലേക്ക് അത് ചേർത്ത് വെക്കുമ്പോൾ എങ്ങനെയാണത്? ഇസ് ദാറ്റ് എ മാർക്കറ്റിംഗ് ടെക്നിക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എത്തിക്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു ബിസിനസ് സൈഡ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? കോമ്പിനേഷൻ ഓഫ് ബോത്ത്, റൈറ്റ്? ഒന്ന് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ, ഇത്രയും പൈസ കൊടുത്ത ആൾക്കാർ സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കേടുവരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ആസ് എ ബിസിനസ് ടു ഫിക്സ് ദാറ്റ്, റൈറ്റ്? ആൻഡ് unfortunately the business is such that it is not always easy to predict the timeline of the product. അപ്പൊ നമുക്കൊരു അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫ്രീസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ പിടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്യും, right? Even if it's a legally allowed chemical, right? You have to do a chemical wash or something of that sort of scale. അത് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ബിസിനസിന്റെ ഒരു നെറ്റ് മാർജിനിൽ പോകുന്ന സാധനമാണ് അത്. And we have planned it around that. And also online adoption, ഇപ്പൊ ആദ്യമായിട്ട് ആരും വാങ്ങിക്കാത്ത ഒരു ഓൺലൈനിൽ വാങ്ങിക്കുന്ന ഒരു സംഭവത്തിന് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് യൂസേഴ്സ് അൺലെസ് യു ഗിവ് ദം എ ഗ്യാരണ്ടി, റൈറ്റ്? കാരണം നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി തൊട്ട് നോക്കി വാങ്ങിക്കുന്ന പോലെ അല്ലല്ലോ ഓൺലൈനിൽ വാങ്ങിക്കുന്നത്. So it's a different value proposition, and for that having a no questions asked refund is actually a very valid thing. ഇപ്പൊ നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ബട്ട് നമ്മളെ ആപ്പിനകത്ത് തന്നെ അവിടെ ഒരു കോൺടാക്ട് ടെസ്റ്റിനകത്ത് there is an option to actually automatically take a picture and submit it on, and then you get a refund versus calling us or emailing us. Kore perku ariyilla, but it's there as an option in the app and it's a ready made process. It's automated. Okay, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഷാൻ, ലാസ്റ്റ് മെസ്സേജ്. Sure. വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഒരു ലാസ്റ്റ് ഒരു 2-3 minutes.
You can wind it up. എന്റെ കയ്യിൽ നിന്ന് കുറെ മെസ്സേജ് ഇപ്പൊ കിട്ടിയതല്ലേ, അപ്പൊ ഇനിയും ഇനി മെസ്സേജ് ഉണ്ടോന്ന് അറിയില്ല. ഐ തിങ്ക് ഐ ഹാവ് റൺ ഔട്ട് ഓഫ് മെസ്സേജസ്. I hope that by doing things business in a responsible manner, it doesn't, and whether it means that you will have a short term impact on the business profits, long term il adu endayalum nalla thithane varum. Adu ലോൺ എടുക്കാതെയോ അതോ നമുക്കിപ്പം ഇക്വിറ്റി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിലാണെങ്കിൽ initially it will look difficult, and obviously there is a lot of cases where it may not go forward. But what I have seen from my personal experience, having done this now for at least 3 ventures, is that at the end of the day, it is your intentions that will finally lead to a successful outcome. So with that message, I'd like to thank all of you for listening to me, and also giving me an opportunity to speak to all of you. Thank you. Thank you, Shan. അറിയാം നിങ്ങളെ ഭയങ്കര ബിസി ഷെഡ്യൂളിൽ നമുക്ക് ഒരു 1.5